ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുസ്വാഗതം, എല്ലാവർക്കും ശുഭദിനം. ഓണം ആരംഭിക്കുകയാണ് നാളെ തൊട്ട്. അപ്പോൾ അഡ്വാൻസായിട്ട് ഓണാശംസകൾ. അതിനേക്കാളൊക്കെ വിശേഷമായിട്ടുള്ള ഒരു ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ ശങ്കര സ്തോത്ര തരംഗിണി പരമ്പര ഏപ്രിൽ 2 ആരംഭിച്ച് അഖണ്ഡമായി ഇന്ന് വരെ 150 ദിവസങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ 150-ാം ദിവസം ശങ്കര സ്തോത്ര തരംഗിണിയുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം, ഈശ്വര അനുഗ്രഹം എല്ലാം കൊണ്ടും ഇന്നിപ്പോൾ 150-ാം ദിവസം പൂർത്തീകരിക്കുകയാണ് ആദിശങ്കര സ്തോത്രങ്ങളുടെ വിചാരം. ഒരു മഹായജ്ഞമായി ഇത് പരിണമിച്ചു. ഇത് കാലം അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക തെളിവുകൾ ഉണ്ടാക്കും, യാതൊരു സംശയവും ഇല്ല. നമ്മൾക്ക് ചെറിയൊരു പ്രവൃത്തിയാണിത്. നമ്മളെ സംബന്ധിച്ച് വളരെ ചെറിയൊരു പ്രവൃത്തിയാണ് ഈ 150 ദിവസവും ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുക എന്നുള്ളത്. നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ളതായിട്ടുള്ള പ്രവൃത്തി. നമ്മളാണ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി. ദ ഫസ്റ്റ് ബെനിഫിഷ്യറി ഈ ശങ്കര സ്തോത്ര തരംഗിണി നടത്തിയതിൽ ഏറ്റവും അധികം പ്രയോജനം ലഭിച്ച ആൾ തീർച്ചയായിട്ടും ഈ ഉള്ളവൻ തന്നെയാണ്. കാരണം ഈ സ്തോത്രങ്ങളിലൊക്കെ മറഞ്ഞു കിടന്നിരുന്നതായിട്ടുള്ള ആ നിധി
ട്രഷർ അത് ഖനനം ചെയ്യാൻ എനിക്ക് കുറേയൊക്കെ പ്രേരകമായി ഈ ഒരു യജ്ഞം. അല്ലെങ്കിൽ നമ്മൾ പലതും ശ്രദ്ധിക്കാതെ കടന്നു പോയേനെ. ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾക്ക് ഇത്രയെല്ലാം ഗരിമയുണ്ട്, ഇത്രയെല്ലാം ആഴവും പരപ്പുമുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരം ചെയ്യാതെ പോയേനെ. വെറുതെ ഒരു സാധാരണ സ്തോത്രം പാരായണം ചെയ്യുന്നത് പോലെ മറ്റു പല സ്തോത്രങ്ങളും മറ്റു പലരുടെയും സ്തോത്രങ്ങളും പാരായണം ചെയ്യുന്ന ലാഘവ ബുദ്ധിയോടെ നമ്മളത് പാരായണം ചെയ്തു പോയേനെ. പക്ഷെ ഇപ്പം അത് മാറി. ഒട്ടും ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ടതല്ല ആദിശങ്കരാചാര്യരുടേതായിട്ടുള്ള സ്തോത്രങ്ങൾ. അത് അത്യന്തം ഭാരമേറിയതാണ്, ഗുരുത്വമേറിയതാണ്. അതിൻ്റെ ഗരിമയെ, അതിൻ്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു ചിന്ത എന്നിലും നിങ്ങൾ ഓരോരുത്തരിലും കേൾക്കുന്നവരിൽ ശ്രദ്ധയോടുകൂടെ നിരന്തരം കേട്ടവരായിട്ടുള്ള ആളുകൾ ഇതിലുണ്ട്. 150 ദിവസവും കേട്ടവരായിട്ടുള്ള ആളുകളുണ്ട്. 1-2 ദിവസം വിട്ടുപോയവരുണ്ടാവാം. പിന്നീട് പിന്നാലെ വന്നു ചേർന്നവരും ഇഷ്ടം പോലെയുണ്ട്. അറിഞ്ഞ് പുതിയ 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 ആളുകൾ ഈ ഒരു പ്രവാഹത്തിലേക്ക്, ഇതൊരു മൂവ്മെൻ്റായി മാറി ഈ പ്രവാഹത്തിൽ വന്നു ചേർന്നു. അങ്ങനെ ആ ഒരു ശങ്കരസ്തോത്ര തരംഗിണി തന്നെയാണ് നമുക്ക് മറ്റു പല വിഷയങ്ങളിലേക്കും, നാരായണീയമാകട്ടെ, രാമായണമാകട്ടെ, അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യമാവട്ടെ, ഇതുപോലെയുള്ളതായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പ്രേരകം ആയതും അതിൻ്റെ ബേസ് ഈ ഒരു ആദിശങ്കര സ്തോത്ര തരംഗിണി പരമ്പര തന്നെയാണ്. അപ്പോൾ ഇനിയും ഈ സ്തോത്രങ്ങൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിലുണ്ട്, അത് യൂട്യൂബിലാക്കിയിട്ടുണ്ട്. ചില മഹാത്മാക്കൾ, ചില ശ്രദ്ധാലുക്കളായിട്ടുള്ള സജ്ജനങ്ങൾ നമ്മുടെ ഓം നമ ശിവായ എന്നുള്ളതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, യൂട്യൂബ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രശേഖരൻ മഠത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം എല്ലാവരും മെനക്കെട്ട് അതിനെ യൂട്യൂബിലാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹിന്ദുയിസം മലയാളം എന്നൊരു യൂട്യൂബ് ചാനലും നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളും അവരും യൂട്യൂബിലാക്കിക്കൊണ്ടിരിക്കുന്നു. വേറെയും പലരും ചില പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലാക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ അത് യൂട്യൂബിൽ പെർമനൻ്റായിട്ട് ഇനിയിപ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആർക്ക് ഏത് ശങ്കരസ്തോത്രം പഠിക്കണം എന്ന് തോന്നിയാലും മലയാളികൾക്ക് അതിനുള്ളൊരു റെഫറൻസായിട്ട്, അതിലേക്ക് വേണ്ട അല്പം പ്രകാശം വീശാനുള്ളതായിട്ടുള്ള ഓരോരോ വഴിയായിട്ട് ഈ നമ്മുടെ പ്രഭാഷണങ്ങൾ ആ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും ഇപ്പോൾ സുലഭമായിട്ട് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് ഭാവിയിലെത്തും. കൂടുതൽ ആളുകൾക്ക് ശങ്കരാചാര്യരുടെ മഹിമ മനസ്സിലാവാൻ ഉള്ളതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും, ഉറപ്പാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്, അതാണ് നടക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കേരളീയനായിട്ടുള്ള, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാമായിരിക്കുന്ന പിതാമഹനും പിതാവും അല്ലെങ്കിൽ മാതാവും അതിനൊക്കെ തുല്യനായിരിക്കുന്ന നമ്മുടെ എല്ലാം സുഹൃത്തായ, നമ്മുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനായ, നമ്മുടെ എല്ലാം ആചാര്യവര്യനായ, കേരളത്തിൻ്റെ പ്രഥമ പൗരനായ ആദിശങ്കര ഭഗവത്പാദരെ മലയാളികൾ അറിഞ്ഞ് ആദരിക്കണം. ലോകം ആദരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ മലയാളികൾക്കാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള മട്ടിൽ ഇന്നും ആദിശങ്കരനെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതിരിക്കുന്നത്. ആ ആദിശങ്കര ഭഗവത്പാദരുടെ മഹിമ കൂടുതൽ നമ്മുടെ വരും തലമുറകളിലേക്കും അറിയാനുള്ളതായിട്ടുള്ള ഒരു പ്രചോദന പ്രക്രിയയായി ഈ ഒരു യജ്ഞം, നമ്മുടെ ആദിശങ്കര സ്തോത്ര തരംഗിണി പരമ്പര മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ഗുരുപരമ്പരയോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും അതിൽ നല്ല പങ്ക് വഹിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ പങ്കെടുത്തതാണ്. ഓരോരുത്തരും രാവിലെ നേരത്തെ തന്നെ അതിലേക്ക് തയ്യാറായി വന്ന് ശ്രവണ കുതുകികളായി, ശുശ്രൂഷുക്കളായി, ഭക്തന്മാരായി ആവേശത്തോടു കൂടി വന്ന് പങ്കെടുത്തതാണ്.
ഇതിൻ്റെ ഇത്രയും ഒരു ദീർഘമായിട്ടൊരു വിജയത്തിൻ്റെ കാരണം. അല്ല, നിങ്ങളൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊക്കെ നിങ്ങളുടെ പണി നോക്കി പോയിരുന്നെങ്കിൽ, നിങ്ങൾ അശ്രദ്ധ കാണിച്ചിരുന്നുവെങ്കിൽ എനിക്കും പ്രചോദനം ഉണ്ടാവുമായിരുന്നില്ല. കാണാൻ ആരുമില്ലെങ്കിൽ ഞാൻ പിന്നെന്തിനാ ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു നിരാശ ചിലപ്പോൾ എന്നിലുണ്ടായേനെ. അങ്ങനെ നിരാശയുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചതായിട്ടുള്ള പ്രവൃത്തി ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നിർത്തിയേനെ. അപ്പം അതിനൊന്നും ഇടവയ്ക്കാതെ നിങ്ങളാണ് നമ്മൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് വളരെ ആവേശത്തോടെ അതിനെ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ളതായിട്ടുള്ള ആ ശ്രദ്ധ പ്രകടിപ്പിച്ചു. അതുതന്നെയാണ് നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ആ പ്രചോദനം നിങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ കൂടുതൽ ഇനിയും എത്രയോ ശ്ലോകങ്ങൾ, എത്രയോ സ്തോത്രങ്ങൾ ആദിശങ്കരുടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതെല്ലാം ക്രമത്തിൽ നമുക്ക് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കാം. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ടും മാറും. അത് തീർച്ചയാണ്. ഈ ഒരു എന്താ പറയുക, കൊറോണക്കാലം അത് നമുക്ക് അനുഗ്രഹമായി മാറിയത് ഈ ഒരു ശങ്കര സ്തോത്രങ്ങളുടെ തന്നെ മഹത്വം തന്നെയാണ്. അതിൻ്റെ ആസ്വാദ്യത തന്നെയാണ്, അതിൻ്റെ മാധുര്യം തന്നെയാണ്, അതിൻ്റെ എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ഗരിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കൊറോണ കാലം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. ഇത് ഒരു എന്താ പറയുക, നമുക്കൊന്നും ഒരു ദുഃഖമേ ആയി തോന്നിയില്ല, ഒരു ഡിപ്രഷൻ നമുക്കുണ്ടായില്ല. അല്ലെങ്കിൽ എത്രയോ പേര് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഡിപ്രഷനിൽ പോയിട്ടും മാനസിക രോഗികളായിട്ടുമൊക്കെ മാറും. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ട് പലയിടത്തും. ഇതിലൊന്നും ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്തതായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ മാനസിക രോഗികളായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മാനസിക രോഗികളും വിഷാദ രോഗികളുമായി പതിച്ചേനെ. അതിൽ നിന്നൊക്കെ വലിയ മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഈ കൊറോണ കാലത്ത് നൽകാൻ ഈ ശങ്കര സ്തോത്ര തരംഗിണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല പോലെ അറിയാം. നല്ല പോലെ അതിനുള്ള ഫീഡ്ബാക്ക് നമുക്ക് പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്കത് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. 150 എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു മൈൽ സ്റ്റോൺ മാത്രമാണ്. അല്ലാതെ അതല്ല ലക്ഷ്യം. 150 ദിവസം പൂർണ്ണമാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. 200 പൂർണ്ണമാക്കുക എന്നല്ല, 250 പൂർണ്ണമാക്കുക എന്നല്ല. ആ പ്രവാഹം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ ഭഗവാനിലെത്തുന്നത് വരെ. അല്ലേ, നമ്മളൊക്കെ ഭഗവാനിലെത്തുന്നത് വരെ. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ എന്ന് ഭാഗവതത്തിൽ പറയുന്ന പോലെ രസമാലയം പിബത. ഈ ഭാഗവത രസത്തെ ആലയം പിബത. ആലയമെന്നാൽ ലയം പര്യന്തം, ലയം സംഭവിക്കുന്നത് വരെ. ലയമെന്നാൽ എന്താ പറയുക, അഹങ്കാര ലയം തന്നെയാണ്, ആത്മജ്ഞാനം തന്നെയാണ്. ഈശ്വര സാക്ഷാത്കാരം എന്ന മോക്ഷം സംഭവിക്കുന്നത് വരേക്കും, അഥവാ മോക്ഷം സംഭവിച്ചാലും പിന്നെയും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെയും തുടർന്നും, ജീവൻ മുക്തരായിക്കൊണ്ടും തുടർന്നും, മരണപര്യന്തം ശരീരം വീണു പോകുന്നത് വരേക്കും ഈ സപര്യ നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ 150 എന്നൊക്കെ ഉള്ളത് വെറും മൈൽ സ്റ്റോണുകൾ മാത്രം, കടന്നു പോകേണ്ടതാണ്. വഴിയിൽ നമ്മളിതാ ഇത്രയും വലിയൊരു ഘട്ടം കടന്നു കഴിഞ്ഞിരിക്കണു, ഭാഗ്യവാന്മാരാണ്, ധന്യധന്യരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ് ഈ 150-ാം ദിവസം. ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ്. അതൊരു അവസാനമല്ല, അതൊരു മാർഗത്തിലെ ഒരടയാളം മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷ്ണു, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക സന്തോഷം. അതുപോലെ ചില ആളുകൾ കമ്മിറ്റഡായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നു, അങ്ങയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കൽ വലിയൊരു യജ്ഞമാണ്.
അതിൽ ഏറ്റവും അധികം നമ്മളെ സഹായിച്ചത് ഈ ഓം നമ ശിവായ ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മയാണ്. അവർ 18 ഗ്രൂപ്പുണ്ട്. ആ 18 ഗ്രൂപ്പിലേക്കും അവർ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ലൈവായിട്ട് 18 ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓരോ ദിവസത്തെയും നമ്മുടെ പ്രഭാഷണം എത്ര പേരിലേക്കാണ് ഷെയർ ചെയ്യുന്നതെന്ന്, എത്ര ഗ്രൂപ്പുകളിലേക്കാണ് ഷെയർ ചെയ്യുന്നത്. പല ദിവസവും 150 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. 150 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് ഓരോരുത്തരും പങ്കുവെച്ച് എത്രയോ പേരിലേക്ക് എത്തും. അപ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചു ഇവർ ഓം നമ ശിവായ ഗ്രൂപ്പ്. അതുപോലെ പലരും ഒരുപാട് പേര് വ്യക്തികളുണ്ട് ഷെയറിങ് വളരെ ഹരത്തോടു കൂടി ചെയ്തതായിട്ടുള്ള ആളുകൾ. നിങ്ങളിൽ പലരും വളരെ ആവേശത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നതിലായിരുന്നു തൽപരര്. വേറെ ചിലർ കേൾക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള ശ്രദ്ധയോടെ മറ്റുള്ളവർക്ക് വാരി വിതറുന്ന തിരക്കിലായിരുന്നു. അവർക്ക് ചിലപ്പോൾ ശ്രവണം കുറഞ്ഞു പോകും. കാരണം അവർ വാരി വിതറുന്ന തിരക്കിലാണ്. എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് നോക്കണം. എന്നിട്ട് അവരുടെ സൗകര്യം പോലെ പതുക്കെ കേൾക്കുകയാണ് ചെയ്യുക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം ലൈവ് നടക്കുമ്പോൾ ഷെയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാമല്ലോ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഇതിലാണ് അവർ മെനക്കെട്ടിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്താൽ. ചന്ദ്രശേഖരൻ മഠത്തിൽ വന്നു. അദ്ദേഹം കുവൈറ്റിലിരുന്നു കൊണ്ടാണ് ഈ യൂട്യൂബിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചന്ദ്രശേഖരൻ മഠത്തിലാണ് ഓം നമ ശിവായ ഗ്രൂപ്പിൻ്റെ മെയിൻ ലീഡർ, അഡ്മിൻ ആയിരിക്കുന്ന ആൾ. അതുപോലെ ശ്രീമതി ശ്രീവള്ളി ടീച്ചർ, അവർ രണ്ടുപേരുമാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതായിട്ടുള്ള ആൾക്കാർ. അവരുടെ പരിശ്രമം നല്ലോണമുണ്ട്. അതുപോലെ നമ്മുടെ ആശ്രമവാസിയായിട്ടൊരു വിജീഷ് ഒരു പയ്യനുണ്ട്. അതുപോലെ അജീഷ് എന്ന് പറഞ്ഞ ആർമിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടൊരു പയ്യനുണ്ട്. ഇവരൊക്കെയാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ. അജീഷ് എത്രയോ ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഡൽഹിയിൽ ആർമിയിലിരുന്നു കൊണ്ട് അയാളാണ് നമ്മുടെ കുത്തനൂരിലുള്ളതായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുട്ടികൾക്ക് അനേക പേർക്ക് ഫോൺ കൊടുക്കാനും ഇപ്പോൾ ഓണക്കിറ്റുകൾ അവിടേക്ക് എത്തിക്കാനും ഒക്കെ കാരണമായത് ഈ അജീഷ് എന്ന് പറയുന്ന ആർമിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആക്റ്റീവായിരിക്കുന്നതായിട്ടുള്ള ഒരു പയ്യനുണ്ട്, ചെറുപ്പക്കാരൻ, 32 വയസ്സ്. അയാൾ ഇനിയിപ്പോൾ അടുത്ത് താമസിയാതെ ചൈന ബോർഡറിലേക്ക് പോകണം. അപ്പോൾ അയാളുടെ സേവനം നമുക്ക് നഷ്ടമാകും, പക്ഷേ രാജ്യത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോവുകയാണ്. അപ്പം അതുപോലെയുള്ള എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഷെയറിങ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ കൃതജ്ഞതാപൂർവമായിട്ടുള്ള നമസ്കാരം. എല്ലാവരെയും ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിജിക്കൊക്കെ അറിയാം, ഭാസ്കരാനന്ദ സ്വാമിജിക്കൊക്കെ അജീഷിനെ അറിയാം. അജീഷ് നമ്മളുമായിട്ട് ഉള്ള ബന്ധം അറിയാം. സ്വാമിജി നമസ്കാരം. സ്വാമിജിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ദിവസവും വരുന്നുണ്ട്. ഭാസ്കരാനന്ദ സ്വാമിജി, കൃഷ്ണാനന്ദ സ്വാമിജി, സത്സ്വരൂപാനന്ദ സ്വാമിജി, ഈ 3 സ്വാമിജിമാർ മിക്കവാറും ദിവസവും വരുന്നുണ്ട്. സത്സ്വരൂപാനന്ദ സ്വാമിജി നമ്മുടെ കേരള മാർഗദർശക് മണ്ഡലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ നല്ലൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം മിക്കവാറും ദിവസമുണ്ട്. അതുപോലെ വേറെ പല മഹാത്മാക്കളും ദിവസവും കേൾക്കുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ നമ്പർ ആരെങ്കിലും ഇട്ട് കൊടുക്കൂ. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഏത് ഗ്രൂപ്പിൻ്റെ വേണമെങ്കിലും ഇട്ട് കൊടുക്കൂ. നാരായണ. അപ്പോൾ നമുക്ക് വിഷ്ണു പാദാദികേശ സ്തോത്രത്തിലേക്ക് വരാം. ഇന്നേക്ക് 6-ാം ദിവസമാണ്. നമ്മൾ 52 ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള ഈ മഹാസ്തോത്രത്തിൻ്റെ 6 ശ്ലോകങ്ങളാണ് ഇതുവരെ കണ്ടത്. അതിഗംഭീര ശ്ലോകങ്ങളായിരുന്നു. ഭഗവാന്റെ പാദാദികേശ വർണ്ണനയാണെങ്കിലും പാദത്തിലേക്ക് എത്തിയിട്ടില്ല ഇതുവരയ്ക്ക്. ഭഗവാന്റെ ചുറ്റുമുള്ളതായിട്ടുള്ള പാർശ്വന്മാരെയും ഭഗവാന്റെ ആയുധങ്ങളെയും ഒക്കെ വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 10 ശ്ലോകം ആദ്യം ഒന്ന് ചൊല്ലാം. എന്നിട്ട് 6 വരെ പറഞ്ഞു 7 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ തുടരാം.
ഓം നമോ നാരായണായ. ഓം ലക്ഷ്മീ ഭർത്തുർഭുജാഗ്രേ കൃതവസതി സിതം യസ്യ രൂപം വിശാലം നീലാദ്രേ സ്തുംഗശൃംഗസ്ഥിതമിവ രജനീനാദബിംബം വിഭാതി പായാന്നഃ പാഞ്ചജന്യഃ സകലദിതിജലത്രാസനൈഃ പൂരയൻ സ്വൈഃ നിദ്വാനൈർനീരദൗഗധ്വനി പരിഭവതൈർ അംബരം കമ്പുരാജഃ ആഹുർയസ്യ സ്വരൂപം ക്ഷണമുഖമഖിലം സൂരയഃകാലമേതം ദ്വാന്തസ്യൈകാന്തമന്ദം യദഭിജ പരമം സർവധാംനാം ച ധാമ ചക്രം തച്ചക്രപാണേഃ ദിദിജതനുഗളത് രക്തധാരാക്തധാരം ശശ്വന്നോ വിശ്വവന്ദ്യം വിതരതു വിപുലം ശർമ്മ ഗർമാംശുശോഭം അവ്യാന്നിർഗാതഘോരോ ഹരിഭുജ പവനാമർശനാദ്മാദമൂർത്തേഃ അസ്മാൻ വിസ്മേരനേത്രത്രിദശനുദിവജഃ സാധുകാരൈ സുതാരഃ സർവം സംഹർത്തുമിച്ഛോः അരികുലഭുവനം സ്പാരവിസ്ഫാരനാദഃ സംയത്കൽപാന്തസിന്ധൗ ശരസലിലഗടാവാർമുച കാർമുകസ്യ ജീമൗതശ്യാമഭാസാ മുഹുരഭി ഭഗവദ്ബാഹുനാ മോഹയന്തി യുദ്ധേഷു ദൂയമാന ജഡിതി തടിതി വാ ലക്ഷ്യതേ യസ്യ മൂർത്തിഃ സോസിസ്ത്രാസാകുലാക്ഷത്രിദശരിഭുവപുഃ ശോണിതാസ്വാദതൃപ്തോ നിത്യാനന്ദായ ഭൂയാത് മധുമദന മനോനന്ദഗോ നന്ദഗോ നഃ കമ്രാകാരാമുരാരേഃ കരതലകമലേനാനുരാഗാദ് ഗൃഹീതാ സമ്യക് വൃത്താസ്ഥിതാഗ്രേ സപതി ന സഹദേ ദർശനം യാ പരേഷാം രാജന്തി ദൈത്യജീവാസവമദമുദിതാലോഹിതാലേപനാർദ്ര കാമം ദീപ്താംശുകാന്ത പ്രതിശതു ദയിദേവാസ്യ കൗമോദഗീനഃ യോ വിശ്വപ്രാണഭൂതസ്തനുരഭിജ ഹരേഃ യാനകേതുസ്വരൂപോ യം സഞ്ചിന്യൈവ സദ്യഃ സ്വയമുരഗവധൂവർഗഗർഭാഃ പതന്തി ചഞ്ചക്ഷണ്ടോരുതുണ്ടത്രുടിതഫണിവസാരക്തപങ്കങ്കിദാസ്യം വന്ദേ ഛന്ദോമയം തം ഖഗപതിമമലസ്വർണവർണം സുപർണം വിഷ്ണോർവിശ്വേശ്വരസ്യ പ്രവരശയനകൃത് സർവലോകൈകധർത്താ സോനന്ദഃ സർവഭൂതഃ പൃഥുവിമലയശാ സർവവേദൈശ്ച വേദ്യഃ പാതാ വിശ്വസ്യ ശശ്വത് സകലസുരരിബുദ്ധ്വംസനഃ പാപഹന്ത സർവജ്ഞഃ സർവസാക്ഷി സകല വിഷഭയാത് പാതു ഭോഗീശ്വരോ നഃ വാഗ്ഭൂ ഗൗര്യാദിഭേദൈഃ വിദുരിഹ മുനയോ യാം യദീയൈശ്ച പുംസാം കാരുണ്യാർദ്രൈः കടാക്ഷൈः സകൃതവിപതിതൈः സമ്പദസ്യുഃ സമഗ്രാः കുന്ദേന്ദുസ്വച്ഛമന്ദസ്മിതമധുരമുഖാംബോരുഹാം സുന്ദരാംഗീം വന്ദേ വന്ദ്യാം അശേഷൈർ അഭിമുരഭിദുരോ മന്ദിരാം ഇന്ദിരാം താം യാസൂതേ സത്വജാലം
സകലമപി സദാ സന്നിധാനേന പുംസോ ദത്തേയാ സത്വയോഗാത് ചരം അചരമിദം ഭൂതയേ ഭൂതജാതം ദാത്രീം സ്ഥാത്രീം ജനിത്രീം പ്രകൃതി വികൃതിം വിശ്വശക്തിം വിധാത്രീം വിഷ്ണോർവിശ്വാത്മനസ്താം വിപുലഗുണമയീം പ്രാണനാദാം പ്രണൗമി. യേഭ്യോऽസൂയദ്ഭിരുച്ചൈः സപതി പദമുരുത്യജ്യതേ ദൈത്യവർഗൈः യേഭ്യോ ദർത്തും ച മൂർധ്നാ സ്പൃഹയതി സതതം സർവഗീർവാണവർഗഃ നിത്യം നിർമൂലയേയുഃ നിചിതതരമമീ ഭക്തിനിഘ്നാത്മനാം നഃ പത്മാക്ഷസ്യാംഘ്രിപത്മദ്വയതലനിലയാः പാംസവഃ പാപപങ്കം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവാന്റെ ഗദയും ഗരുഡനെയും സ്തുതിക്കുന്ന സ്തുതികളായിരുന്നു. 5-ാം ശ്ലോകം ഭഗവാന്റെ ഗദയെ, കൗമോദകി എന്നതായിട്ടുള്ള ഗദയെ മഹാലക്ഷ്മിയുടെ സമാനമായി ഉപമിച്ചുകൊണ്ട്, മഹാലക്ഷ്മിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ഈ ഗദയ്ക്കുമുണ്ട്. അങ്ങനെയുള്ള ആ ഗദ നമുക്ക് എല്ലാ കാമങ്ങളെയും സാധിച്ചു തരട്ടെ. കാമം പ്രതിശതു നഹ, ഞങ്ങൾക്ക് കാമങ്ങളെ പ്രകർഷേണ ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കാന്തായിവ ദൈത എന്ന് പറഞ്ഞു. ദൈദേവാസ്യ, ഭഗവാന് പ്രിയതമയായ കാന്തയായ ലക്ഷ്മിയെപ്പോലെ പ്രിയതമയായിരിക്കുന്ന ആ ഗദ നമുക്ക് ഐശ്വര്യത്തെ, കാമങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ശ്ലോകത്തിൽ, 6-ാം ശ്ലോകത്തിൽ ഗരുഡനെക്കുറിച്ച് അല്ലേ, വിശ്വത്തിൻ്റെ പ്രാണവായുവിനെ പോലെ ഉള്ള സൂക്ഷ്മ ശരീരിയായിരിക്കുന്ന ഗരുഡൻ ഹരിയുടെ ധ്വജമാണ്, അഥവാ യാനകേതുസ്വരൂപം, വാഹനത്തിലെ കൊടിയടയാളമായി ശോഭിക്കുന്നവനും. ഏതൊരുവനെ ചിന്തിക്കുമ്പോൾ തന്നെ ഉരകവധുക്കളുടെ ഗർഭങ്ങളെല്ലാം അലസിപ്പോകുന്നുവോ, ഗംഭീരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള കൊക്കിൻ്റെ ഇടയിൽ പിടയുന്നതായിട്ടുള്ള സർപ്പങ്ങളുടെ, അവരെ കൊത്തി കീറിയിട്ട് അവരുടെ ശരീരത്തിലെ വസയും രക്തവുമൊക്കെ മുഖത്ത് ലേപനമാക്കി പൂശിയിരിക്കുന്നതായിരിക്കുന്നവനും വേദസ്വരൂപനുമായിരിക്കുന്ന ആ സ്വർണവർണ്ണത്തോടുകൂടിയ തെളിഞ്ഞ സ്വർണം പോലെയുള്ള അമലസ്വർണവർണ്ണം തം സുപർണം അഹം വന്ദേ, ആ സുപർണനെ ഞാൻ വന്ദിക്കുന്നു എന്ന് ഗരുഡ ഭഗവാനെ വന്ദിച്ചതായിട്ടുള്ള ആ കഥ അല്ലെങ്കിൽ ആ ശ്ലോകം നമ്മൾ കണ്ടു. ഇനി 7-ാം ശ്ലോകം ആദിശേഷ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അത് നമുക്ക് നോക്കാം. ഭഗവാന്റെ ശയ്യയാണ്, മെത്തയാണ് എന്ത്, ആദിശേഷൻ അല്ലേ. പ്രളയകാലത്ത് ഭഗവാൻ ആദിശേഷ ശയ്യയിൽ ശയിക്കുന്നു എന്ന് താല്പര്യം. അപ്പോൾ അത് നോക്കാം. വിഷ്ണോർ വിശ്വേശ്വരസ്യ പ്രവരശയനകൃത് സർവലോകൈകദർത്ത സോനന്ദ സർവഭൂത പൃഥുവിമലയശാ സർവവേദൈശ്ച വേദ്യഃ പാതാ വിശ്വസ്യ ശശ്വത്സകലസുരരിബുദ്ധ്വംസന പാപഹന്ത സർവജ്ഞഃ സർവസാക്ഷി സകല വിഷഭയാത് പാതു ഭോഗീശ്വരോ നഃ. വിഷ്ണോർവിശ്വേശ്വരസ്യ പ്രവരശയനകൃത് സർവലോകൈകധർത്താ സോ ആനന്ദഃ സർവഭൂതഃ പൃഥുവിമലയശാഃ സർവവേദൈശ്ച വേദ്യഃ പാതാ വിശ്വസ്യ ശശ്വത്സകലസുരരിബുദ്ധ്വംസന പാപഹന്ത സർവജ്ഞഃ സർവസാക്ഷി സകല വിഷഭയാത് പാതു ഭോഗീശ്വരോ നഃ. അപ്പോൾ പ്രാർത്ഥനയാണ്. നഹ പാതു, നഹ പാതു എന്ന് പറഞ്ഞാൽ അസ്മാൻ പാതു, ഞങ്ങളെ രക്ഷിക്കട്ടെ. ആര് രക്ഷിക്കട്ടെ? ഭോഗീശ്വര,
ഭോഗീശ്വരൻ, ഭോഗങ്ങളിൽ വെച്ച്, ഭോഗികളിൽ വെച്ച് ഈശ്വരനായിരിക്കുന്നവൻ. ഭോഗീനാം ഈശ്വരഃ ഇതി ഭോഗീശ്വരഃ. ഭോഗമുള്ളവർ ഭോഗി. എന്താ ഭോഗം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ശരീരത്തിൻ്റെ പേരാണ് ഭോഗം എന്ന് പറയുന്നത്. ആ വലിയ ശരീരം അതുകൊണ്ട് ഇഴഞ്ഞു സഞ്ചരിക്കുന്ന ജന്തുക്കളാണ് സർപ്പങ്ങൾ. അങ്ങനെയുള്ള സർപ്പശരീരത്തിന് പേര് ഭോഗം എന്ന്. ഭോഗമുള്ളവൻ ഭോഗി. അതുപോലെ സർപ്പങ്ങൾക്ക് ഭണം ഉള്ളതുകൊണ്ട് അതിന് ഭണി എന്ന പേര്. അത് ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ടാണ് അവയ്ക്ക് സർപ്പങ്ങൾ എന്ന പേര്. സർപ്പതി സരീസൃപം, ഇഴഞ്ഞു നീങ്ങുന്നത്, സഞ്ചരിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് സർപ്പം എന്ന പേര്. നാഗം എന്ന് പറയുന്നത് അത് ചലിക്കുന്നതാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, പാമ്പൊക്കെ ചുരുണ്ട് കിടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ കയറാണെന്ന് ആളുകൾ വിചാരിച്ചു പോകും. അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത് സർപ്പം സർപ്പം, നാഗം നാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ജഡമല്ല, അത് നാഗമാണ്. അകമല്ല, അകത്തിൻ്റെ ഓപ്പോസിറ്റ് നാഗം. അകം എന്നാൽ പർവ്വതം. പർവ്വതം മാത്രമല്ല, ചലിക്കാത്തതൊക്കെ അകങ്ങളാണ്. ന ഗച്ഛതീതി അകം. നാഗം എന്ന് പറയുമ്പോഴോ ഗമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, അത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാഗം എന്ന പേരൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്തേക്ക് പോകണ്ട കേട്ടോ കുട്ടി, അത് നാഗമാണ് എന്ന് പറഞ്ഞാലോ ഇറ്റ് വിൽ കം ടു യു ആൻഡ് അറ്റാക്ക് യു. അതുകൊണ്ട് ഡോണ്ട് ഗോ നിയർ. അത് ജഡമാണെന്ന് കരുതി, വെറും ഒരു കയറാണെന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറയാനാണ് സർപ്പം എന്നും നാഗമെന്നും ഒക്കെ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഭോഗം അഥവാ ഭോഗി എന്ന പേര്. ഭോഗം എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ ശരീരം, അതുള്ളത് ഭോഗി, അതിൽ വെച്ച് ഈശ്വരൻ. ആ ഭോഗികളുടെ മുഴുവൻ നാഥൻ ഈശ്വരനാണ്. സർപ്പരാജാവാണ് ആര്? ആദിശേഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഭോഗീശ്വര നഹ പാതു, ഞങ്ങളെ രക്ഷിക്കട്ടെ. അസ്മാൻ പാതു, എവിടുന്നാണ് രക്ഷപ്പെടുത്തേണ്ടത്, നമ്മളെ രക്ഷിക്കേണ്ടത്? സകല വിഷഭയാത് പാതു, എല്ലാ വിഷഭയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ എന്ന്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചൊരു വിഷമുണ്ട്, കൊറോണ വൈറസ് എന്ന വിഷം. അല്ലേ, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴേക്ക് ഏത് വഴിക്കാണ് നമ്മുടെ കൂടെ ഈ വിഷം കയറി വരിക എന്നറിയില്ല. നമ്മുടെ വായിലൂടെ കയറി വരുമോ, മൂക്കിലൂടെ കയറി വരുമോ, കയ്യിലൂടെ കയറി വരുമോ, വസ്ത്രത്തിലൂടെ കയറി വരുമോ? വലിയൊരു വിഷമാണ്. എങ്ങനെ വേണമെങ്കിൽ കയറിക്കൂടാ. ആരുടെയെങ്കിലും അടുത്ത് നിന്ന് സംസാരിച്ചാൽ, അവർ ഉച്ചത്തിൽ സംസാരിച്ചാൽ മതി നമ്മുടെ മേലേക്ക് ആ വിഷം കയറാനായിക്കൊണ്ട്. അല്ലേ, പാമ്പുകൾ കടിക്കണം വിഷം കയറാനായിട്ട്. കൊറോണ രോഗികൾ കടിക്കേണ്ട ആവശ്യമില്ല, അവരെ കണ്ടാൽ തന്നെ രോഗം ബാധിക്കും. അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വലിയ വിഷങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഭഗവാനോട്, ആദിശേഷ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, സകല വിഷഭയാത് ഭോഗീശ്വര നഹ പാതു, എല്ലാ വിഷഭയങ്ങളിൽ നിന്നും ആ ഭോഗീശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന്. ഇനി പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിലേക്ക് തന്നെ തെരഞ്ഞു വരും. ഏത് വഴിക്ക്? നമ്മുടെ ബന്ധുക്കളുടെ വഴിക്ക്, മക്കളുടെ വഴിക്ക് ഒക്കെ തെരഞ്ഞു വരും ഈ കൊറോണ വൈറസ്. ഏത് വഴിക്കാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മക്കൾ പുറത്തു പോയാൽ മതി, അവർ കൊണ്ടുവന്ന് തരും നമുക്ക്, പ്രായമായിട്ടുള്ളവർക്ക്. അതുകൊണ്ടൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം നമുക്ക്, ഏത് വഴിക്കും ഈ വിഷം വരാതിരിക്കണേ. നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയൊക്കെ പല വിഷങ്ങളും വരുന്നുണ്ട്. ആ വിഷങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണേ. എല്ലാ വിഷഭയത്തിൽ നിന്നും നഹ പാതു, അസ്മാൻ പാതു ഭോഗീശ്വര, ഈ ഭോഗീശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഭോഗീശ്വരനെ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള പല പദങ്ങളാണ് മുമ്പ് കാണുന്നതെല്ലാം. എവിടുന്നാ തുടങ്ങിയത്? വിഷ്ണോഹോ വിശ്വേശ്വരസ്യ പ്രവരശയനകൃത, ഒന്നാമത്തെ വിശേഷണം. വിശ്വേശ്വരസ്യ വിഷ്ണോഹോ പ്രവരശയനകൃത്, വിശ്വേശ്വരനായ, വിശ്വനാഥനായ, വിശ്വത്തെ മുഴുവൻ ആട്ടിപ്പടയ്ക്കുന്നവനായിട്ടുള്ള വിഷ്ണോഹോ, ആ വിഷ്ണുവിൻ്റെ സർവവ്യാപിയായ ഭഗവാന്റെ പ്രവരശയനകൃത്ത്. പ്രവരശയനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ, പ്രകർഷേണ വരമായ ശയനം. വരശയനം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠമായ ശയനം. അതിൽ ചേർത്തപ്പോൾ പ്രവരശയനം, അതിശ്രേഷ്ഠമായ ഗംഭീരമായ മെത്തയാണ്. അല്ലേ, ആര്? അത് ശയനത്തെ കൃത്ത്, ശയനമുണ്ടാക്കുന്നവനും ഭഗവാന് ശയനമായി ഭവിക്കുന്നവനും ഭഗവാന് സ്വയം മെത്തയൊരുക്കുന്നവനും എന്നൊക്കെ അർത്ഥം.
അപ്പോൾ ഈ മെത്ത എവിടെയും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. നോട്ട് അവൈലബിൾ ഫോർ ഓൾ, ലിമിറ്റഡ് എഡിഷൻ അല്ലേ, ലിമിറ്റഡ് എഡിഷൻ ബെഡാണിത്. ആർക്ക് മാത്രം? ഭഗവാൻ മഹാവിഷ്ണുവിന് മാത്രം ലിമിറ്റഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, നിർമ്മിതമായിരിക്കുന്ന ഒരു മെത്തയാണ്. ഇതിൻ്റെ നിർമ്മാതാവ് സാക്ഷാൽ ആദിശേഷൻ എന്ന് പറയാം. അപ്പോൾ വിശ്വേശ്വരസ്യ വിഷ്ണോഹോ പ്രവര ശയനകൃത്ത്, വിശ്വേശ്വരനായ വിഷ്ണുവിൻ്റെ പ്രവരമായ ശയനത്തെ, ശ്രേഷ്ഠമായ ശയനത്തെ നിർമ്മിക്കുന്നവനും ശയനമായി സ്വയം കിടന്നു കൊടുക്കുന്നവനും ഭവിക്കുന്നവനും. നല്ല സുഖമാണ് കിടക്കാൻ പാമ്പിൻ്റെ പുറത്ത് അല്ലേ. അത് പ്രത്യേകിച്ച് ആദിശേഷൻ്റെ ശരീരം നല്ല വെളുവെളുന്നും വഴുവഴുന്നും ഉള്ളതാണ്, നല്ല മാർദ്ദവമുള്ളതും നല്ല കളറ്, വെളുത്ത വർണ്ണമാണ് ആദിശേഷൻ്റെ വർണ്ണം. അപ്പോൾ നല്ല എന്താ പറയുക, തൂവൽ മെത്തയിൽ കിടക്കുന്നത് പോലെ, ഗിൽറ്റ് മെത്തയിൽ കിടക്കുന്നതിനേക്കാൾ സുഖമാണ് ഭഗവാൻ, ഈ ആദിശേഷ ഭഗവാന്റെ മെത്തയിൽ കിടക്കുന്നത് എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള വിശ്വേശ്വരസ്യ വിഷ്ണോഹോ പ്രവര ശയനകൃത്ത്, പ്രളയകാലത്താണ് ഭഗവാൻ ആദിശേഷ ശയ്യയിൽ ശയിക്കുന്നത്. പ്രളയകാലത്ത് മാത്രമല്ല, സൃഷ്ടികാലത്തും ഭഗവാൻ ആദിശേഷ ശയ്യയിൽ ശയിച്ചുകൊണ്ട് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമരയുണ്ടാകുന്നു. ആ താമരയിൽ നിന്ന് ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവനാണ്, ഈ താമര തന്നെയാണ് പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ കൂടുതൽ വിസ്തരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പ്രവരശയനകൃത്ത് സർവലോകൈകദർത്ത, രണ്ടാമത്തെ വിശേഷണം. സർവലോകൈകദർത്ത, സർവലോകങ്ങൾക്കും ഏകദർത്ത. ഏകദർത്ത, ഒരേ ധാരകൻ, എല്ലാ ലോകങ്ങളെയും ധരിച്ചു നിൽക്കുന്നവൻ ഈ ആദിശേഷനാണ് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് ശിരസ്സുകളിൽ ഈ ബ്രഹ്മാണ്ടങ്ങൾ, ലോകങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുന്നു. നമ്മുടെ ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ ഈ ആദിശേഷമൂർത്തിയെക്കുറിച്ച് പറയും. ഭൂമിയുടെ വർണ്ണനയൊക്കെ കഴിഞ്ഞ് ഭൂമിയുടെ അതോ ഭാഗത്തെ വർണ്ണിക്കുമ്പോൾ അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, പാതാളം എല്ലാം കഴിഞ്ഞ് പാതാളസ്യ അപി അധഃ എന്ന് പറഞ്ഞിട്ടാണ്, പാതാളത്തിനും താഴെ ഭഗവാന്റെ വാഹനരൂപനായിരിക്കുന്ന ആദിശേഷൻ തൻ്റെ ആയിരക്കണക്കിന് ശിരസ്സുകളിൽ ഈ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൽ ഭൂമി ഒരു കടുകുമണി പോലെ എന്ന് പറയുന്നുണ്ട്. ഭൂമിയെ ഒരു കടുകുമണി പോലെ ഒരു ശിരസിൽ ധരിച്ചത്, ഭഗവാന്റെ ഒരു ശിരസിലേക്ക് തികയില്ല ഈ കടുകുമണി. അപ്പോൾ ആദിശേഷ ഭഗവാന്റെ ശരീര വലുപ്പമൊന്ന് ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ശിരസിൽ കടുകുമണി പോലെ ഇരിക്കുന്നു ഭൂമി എന്നാണ്. സിദ്ധാർത്ഥമിവ ലക്ഷ്യത്തെ എന്നാണ്. സിദ്ധാർത്ഥം എന്നുള്ളത് കടുകിൻ്റെ ഒരു സംസ്കൃത പദമാണ്. കടുകുമണിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പദമാണ് സിദ്ധാർത്ഥം എന്ന്. വേണമെങ്കിൽ ഭാഗവതത്തിൽ കാണാൻ പറ്റുമോ നോക്കാം. പഞ്ചമസ്കന്ധത്തിൽ 25-ാം അധ്യായം മുഴുവൻ ആദിശേഷ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നതാണ്. പഞ്ചമസ്കന്ധം 25-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ശ്രീശുക ഉവാച തസ്യ മൂലദേശേ 30 യോജനസഹസ്രാന്തരേ ആസ്തേ യാ വൈ കലാ ഭഗവതഃ താമസി സമാഖ്യാത അനന്ത ഇതി സാതു അതീയാ ദ്രഷ്ടൃദൃശ്യയോ സംഘർഷണം അഹമിതി അഭിമാനലക്ഷണം യം സംഘർഷണം ഇത്യാചക്ഷതേ യസ്യേദം ക്ഷിതിമണ്ഡലം ഭഗവതോ അനന്തമൂർത്തേഃ സഹസ്രശിരസഃ ഏകസ്മിന്നേവ ശീർഷണി ദ്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യത്തെ. അങ്ങനെ യസ്യ ഇദം ക്ഷിതിമണ്ഡലം, യാതൊരുവൻ്റെ ശിരസിൽ ഇതം ക്ഷിതിമണ്ഡലം, ഈ ഭൂമണ്ഡലം ഭഗവതോ അനന്തമൂർത്തേഃ
സഹസ്രശിരസഃ 1000 ശിരസ്സുള്ളവനായ അനന്തമൂർത്തനായ ഭഗവാന്റെ ഏകസ്മിന്നേവ ശീർഷണി ഒരു തലയിലെ മുകളിൽ ദ്രിയമാണം സിദ്ധാർത്ഥ ഇവ ലക്ഷ്യതേ ധരിക്കപ്പെടുന്ന ഒരു കടുകുമണി പോലെ കാണപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ആ ആദിശേഷ ഭഗവാനെ വർണ്ണിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു അധ്യായമാണ് പഞ്ചമസ്കന്ധത്തിൽ 25-ാം അധ്യായം. അപ്പോൾ അതിൽ പറയുന്നു, ക്ഷിതിമണ്ഡലം സിദ്ധാർത്ഥ ഇവ തസ്യ ഏകസ്മിൻ ശീർഷേ ലക്ഷ്യത്തെ എന്ന. ഈ ആദിശേഷൻ്റെ ഒരു ശിരസിൽ അല്പം ഒരു ചെറിയ കടുകുമണി പോലെ കാണപ്പെടുന്നു. അപ്പോൾ ആദിശേഷ ഭഗവാന്റെ മഹിമയെ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ വലുപ്പത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഇവിടുത്തെ തത്വം. അപ്പോൾ സർവലോകൈകദർത്ത, സർവലോകങ്ങൾക്കും ഏകദർത്താവായിരിക്കുന്നവൻ, എല്ലാ ലോകങ്ങളെയും ഒറ്റയ്ക്ക് ധരിക്കാൻ സാമർഥ്യമുള്ളവൻ എന്ന് ആദിശേഷ ഭഗവാനെ പറയുന്നു. സോ അനന്ത, അങ്ങനെയുള്ള സഹ അനന്ത ഭോഗീശ്വര എന്ന ഭോഗീശ്വരനോട് ബന്ധപ്പെടുത്തുമ്പോൾ ആ അനന്തൻ, അന്തമില്ലാത്തവനായ അനേക ശിരസ്സുകളുള്ളവനായിട്ടുള്ള ആ ഭോഗീശ്വരൻ, സർവഭൂത എല്ലാ ഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നവനും, സർവഭൂത സ്വരൂപനാണ്. അത് വലിയ തത്വമാണ്. എന്താ കാരണം? എല്ലാവരുടെ ഉള്ളിലുണ്ട് ആദിശേഷൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആദിശേഷൻ അഹങ്കാര തത്വമായിട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാര തത്വം ഉള്ളത് കൊണ്ടാണ്, അഹങ്കാര ഭാവമുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഉത്തരവാദിത്വ ബോധം ഉള്ളത് തന്നെ, കർത്തൃത്വ ബുദ്ധി ഉള്ളത് തന്നെ, ഡ്യൂട്ടീസ് ഉണ്ടാവുന്നത് തന്നെ. എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, ഞാനത് ചെയ്തില്ലെങ്കിൽ എന്നുള്ളതായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് ഈ അഹങ്കാര തത്വമാണ്. ഈ അഹങ്കാര തത്വത്തിൻ്റെ സമഷ്ടി രൂപമാണ് ആദിശേഷൻ. ഓരോ വ്യക്തികളിലുമുള്ള അഹങ്കാരത്തിൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അഹങ്കാരമുണ്ട്. അങ്ങനെ എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും അഹങ്കാരം, ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും അഹങ്കാരം, അത് മൊത്തത്തിലൊരു രൂപം കൊടുത്താൽ എല്ലാം കൂട്ടിച്ചേർത്തൊരു രൂപമാണ് ആദിശേഷൻ. ടോട്ടൽ ഈഗോ, അതാണ് ആദിശേഷൻ. നമ്മുടെ ഓരോരുത്തരുടെയും ശിരസ്സുകളാണ് ആദിശേഷൻ്റെ ശിരസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനന്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തത്വമാണ് താത്വികമായിട്ട് പറയുമ്പോൾ. അങ്ങനെയുള്ള ആ ആദിശേഷൻ സർവഭൂത, സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. പൃഥുവിമല യശാഹ, പൃഥുവായ വിമലമായ യശസ്സോടുകൂടിയവൻ. പൃഥു എന്ന് പറഞ്ഞാൽ വലുതായത്, തടിച്ചത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഗംഭീരമായത്. വിമലം എന്ന് പറഞ്ഞാൽ നിർമ്മലമായത്. അപ്പോൾ ഏറ്റവും വിശാലമായതും നിർമ്മലമായതുമായിട്ടുള്ള യശസ്വിയുമാണ് ഈ ആദിശേഷൻ. പൃഥു വിമല യശാഹ സർവവേദൈശ്ച വേദ്യ, എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ട ആ തത്വമാണ് ആദിശേഷ ഭഗവാൻ. ചതുർവേദങ്ങളാൽ അറിയപ്പെടേണ്ടവനും. അങ്ങനെയുള്ള ഭഗവാൻ പാദാ വിശ്വസ്യ ശശ്വത്, ശശ്വത് വിശ്വസ്യ പാദ, എല്ലായ്പ്പോഴും വിശ്വത്തിൻ്റെ പാത. പാത എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ, പാലനം ചെയ്യുന്നവൻ പാത. അപ്പോൾ പാത രക്ഷക എന്നർത്ഥം. വിശ്വത്തിൻ്റെ എല്ലായ്പ്പോഴുമുള്ള രക്ഷകനുമായിരിക്കുന്ന സകല സുരരിപുധ്വംസനഃ, സകല സുരരിപു, സുരരിപു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ. അപ്പോൾ എല്ലാ അസുരന്മാരെയും ധ്വംസിക്കുന്നവനും അല്ലേ ഭഗവാൻ. ഇതേ ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണനായിട്ട് അവതരിച്ച് ഇന്ദ്രജിത്തിനെയും അതികായനെയൊക്കെ വധിച്ചു കളഞ്ഞത്. അതേ ആദിശേഷൻ തന്നെയാണ് ബലരാമനായി അവതരിച്ച് പല ദുഷ്ടന്മാരെ, പ്രലംബാസുരൻ, ധേനുകാസുരൻ മുതലായ അസുരന്മാരെയൊക്കെ വധിക്കുന്നത്. അങ്ങനെ എത്രയോ ദുഷ്ട അസുരന്മാരെ ബലരാമസ്വാമിയായിട്ടും വധിച്ചു. അതും ഒക്കെ ആദിശേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അസുരന്മാരുടെ ഹന്താവ്, ധ്വംസനൻ, സകല സുരരിപുധ്വംസനഃ പാപഹന്ത, നമ്മുടെയൊക്കെ പാപങ്ങളെ ഹനിക്കുന്നവനും. ആ ആദിശേഷ ഭഗവാന്റെ തത്വമറിഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ ഭജിച്ചാൽ നമ്മുടെ പാപമില്ലാതാവും എന്ന് പറഞ്ഞാലോ, നമ്മുടെ അഹങ്കാരം ഇല്ലാതായാൽ തന്നെ നമ്മുടെ പാപം ഇല്ലാതാവും. നമ്മുടെ അഹങ്കാരത്തെയൊക്കെ നമുക്ക് ആദിശേഷ ഭഗവാനിലേക്ക് സമർപ്പിക്കാം. ആ ആദിശേഷ ഭഗവാന്റെ ആ അഹങ്കാരത്തിൽ നിന്ന് ഒരു അല്പം കടമെടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും അഹങ്കാരികളായിട്ട് തീരുന്നത്. വാസ്തവത്തിൽ ആ ടോട്ടൽ ഈഗോ അതാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇൻഡിവിജ്വൽ ഈഗോയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ആ ടോട്ടൽ ഈഗോൻ്റെ ഒരു ഭാഗമായി നമ്മൾ ആ ടോട്ടൽ ഈഗോയിലേക്ക് നമ്മൾ സ്വയം മെർജ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിന് ഒരു വലിയൊരു ടീമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആ ടീമിൽ ഓരോ അംഗത്തിനും എന്ത് സ്പിരിറ്റാണ് ഉണ്ടാവേണ്ടത്? ഇൻഡിവിജ്വൽ ഈഗോ ഓരോരുത്തർക്കും വളർന്നു വന്നാൽ ആ ടീം പരാജയപ്പെടും. ഒരു യുദ്ധത്തിന് പോകണമെന്ന് വിചാരിക്കുക. ഒരു യുദ്ധമായിട്ടുള്ള സംഘത്തിന് ആ പരസ്പരമുള്ളതായിട്ടുള്ള ആ ഒരു ഐക്യമുണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ സൗകര്യവും സഹകരണവും ചെയ്തുകൊണ്ട് അവരെയും രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ ഒന്നിച്ചാണ് ശത്രുവിനെ ആക്രമിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള വിചാരത്തോടുകൂടി വേണം ശത്രു സൈന്യത്തെ ആക്രമിക്കാൻ. അപ്പോൾ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും ആപത്ത് പണഞ്ഞാൽ ഉടനെ ചാടി വീഴുകയും കൂടുതൽ ആപത്ത് പണയാതെ അയാളെ രക്ഷിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ടീം സ്പിരിറ്റാണ്. കളികളിൽ നമ്മൾ അതാണ് പഠിച്ചു വരുന്നത്. ഓരോ ഗെയിമുകളിലും, ക്രിക്കറ്റ് ആകട്ടെ, ഫുട്ബോൾ ആകട്ടെ, കബഡി ആകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള കായിക വിനോദങ്ങളിലൊക്കെ ഈ ടീം സ്പിരിറ്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ ആ ടീം പരാജയപ്പെടും, വേഗം പരാജയപ്പെടും. ഒരു ഇൻഡിവിജ്വൽ ഗംഭീരനായിട്ട് കാര്യമില്ല. ആ ഇൻഡിവിജ്വലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആയിരിക്കണം ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ പലയിടത്തും നമ്മൾ ടീമാണ്. ഒരു കുടുംബമായിരിക്കുമ്പോൾ നമ്മളൊരു ടീമാണ്, ഒരു ഗ്രാമമായിരിക്കുമ്പോൾ നമ്മളൊരു ടീമാണ്, ഒരു സമൂഹമായിരിക്കുമ്പോൾ നമ്മളൊരു ടീമാണ്, ഒരു രാഷ്ട്രമായിരിക്കുമ്പോൾ നമ്മളൊരു ടീമായിരിക്കണം. ഒരു ടീമായിരിക്കണം നമ്മൾ ശത്രു രാഷ്ട്രങ്ങളോട് എതിരിടുന്നതായിട്ട് സന്ദർഭത്തിൽ. ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മളെ പാര വയ്ക്കുന്നതായിട്ട് ശത്രുക്കൾ. നമ്മുടെ രാജ്യത്തോട് ഒട്ടും സ്നേഹമില്ലാത്തവരും ശത്രു രാജ്യങ്ങളോട് സ്നേഹമുള്ളവരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ടീമാവുക, അല്ലേ? അപ്പോൾ ഏത് കാര്യത്തിലും നമുക്കൊരു ടീമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഈഗോ ടീം ഈഗോവുമായിട്ട് മെർജ് ചെയ്യുന്നു. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ തന്നെ ഗോളടിക്കണം എന്ന് ഒരുത്തം വിചാരിച്ചാൽ ഒരിക്കലും അവൻ ഗോളടിക്കലുണ്ടാവില്ല. കാരണം അവനെ മറ്റേ എതിർ ടീം നന്നായിട്ട് മാർക്ക് ചെയ്യും, കവർ ചെയ്യും. നല്ല കളിക്കാരനായിരിക്കാം, ഏറ്റവും നല്ല കളിക്കാരനായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കാണുമ്പോൾ നോക്കുക, അർജൻറ്റീനയുടെ മെസ്സി. ആ മെസ്സി ഏറ്റവും അധികം മാർക്ക് ചെയ്യപ്പെടുന്ന ആളാണ്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കിയാൽ ഒരിക്കലും അയാൾ ജയിക്കില്ല, ഗോളടിക്കില്ല. അപ്പോൾ അയാളും ആയിട്ട് ചേർന്ന് മറ്റുള്ളവരുമായിട്ട് അയാളും ഇഴുകിച്ചേരണം. തൻ്റെ ടീമിലുള്ള എല്ലാവർക്കും താൻ പന്ത് പങ്കിട്ട് കൊടുക്കണം, സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അവസാനം തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ താൻ ഉപയോഗിക്കണം. അപ്പോൾ ചിലപ്പോൾ താൻ ഗോൾ അടിച്ചു എന്ന് വരും, അവസാനത്തെ ആ കിക്ക് തൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ താൻ അതുവരെ കൊണ്ടുപോയിട്ട് തനിക്ക് ഓപ്പണായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പന്ത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അയാളായിരിക്കും ചിലപ്പോൾ ഗോൾ അടിക്കുക. ഗോൾ അടിച്ച പേര് വരുമ്പോൾ പേപ്പറിൽ വരുമ്പോൾ അയാളുടെ പേരായിരിക്കും വരിക, തൻ്റെ പേര് വരില്ല. പക്ഷേ പ്ലേ മേക്കർ എന്നുള്ളതായിട്ടുള്ള ആ കളി കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇന്ന ആളാണ് കളിയിൽ നന്നായിട്ട് കളിച്ചത്, ഇയാളാണ് ആ ഗോളിന് വേണ്ട സപ്ലൈ ചെയ്തത്. അതുപോലെയാണ് ഏത് കളിയാണെങ്കിലും, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് ടീം ഗെയിമുകളാണെങ്കിലും അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും. അതാണ് ഭഗവാൻ ഗീതയിൽ മറ്റേ യജ്ഞ സംസ്കാരം പറഞ്ഞത്. നമ്മളെല്ലാം ആ യജ്ഞ ഭാവനയോടുകൂടെ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. പരസ്പരം നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പങ്കിട്ടുകൊണ്ട് ഈ ലോകം ഒന്നാണെന്നുള്ള വസുധൈവ കുടുംബകം, ഈ വസുധ തന്നെയാണ് നമ്മുടെ തറവാട്, നമ്മുടെ കുടുംബം എന്നുള്ള ഭാവത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഈഗോ ഇല്ലാതാവും. അങ്ങനെ ഇൻഡിവിജ്വൽ ഈഗോ, സ്വാർത്ഥത ഇല്ലാതായാൽ അപ്പം തന്നെ പാതി നമ്മൾ മുക്തരായി കഴിഞ്ഞു, സ്വസ്ഥരായി കഴിഞ്ഞു. ആത്മജ്ഞാനം നമ്മളെ പൂർണ്ണമായിട്ട് മുക്തമാക്കുമെങ്കിൽ നമ്മുടെ അഹങ്കാരരാഹിത്യം നമ്മൾ ടീമുമായിട്ട് നമ്മൾ മെർജ് ചെയ്യുമ്പോൾ തന്നെ, അതാണ് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ
തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്ന പ്രാർത്ഥന. എനിക്ക് എൻ്റെ ഇൻഡിവിജ്വൽ ഈഗോ ഇല്ലാതിരിക്കണം. എനിക്ക് കളക്റ്റീവായിരിക്കുന്ന ഈ ടോട്ടലിൽ അഖിലം ഞാനിതെന്ന വഴി സർവാത്മഭാവമാണ് എനിക്കുണ്ടാവേണ്ടത്. എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്ന അഭിമാനമാണ് എനിക്ക് വേണ്ടത്. ഈ ഒറ്റയ്ക്ക് ഈ ശരീരത്തിൽ മാത്രമുള്ളതായിട്ടുള്ള അഭിമാനം എനിക്ക് ദുഃഖകരമാണ്, ഹാനികരമാണ്, എന്നെ നശിപ്പിക്കുന്നതാണ്, ബന്ധന കാരണമാണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടോട്ടൽ ഈഗോ അഥവാ സമഷ്ടി അഭിമാനം, അതാണ് ആദിശേഷ ഭഗവാൻ. ആ അദ്ദേഹവുമായിട്ട് നമുക്ക് ഐക്യം പ്രാപിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുത്തോളും. നമുക്ക് ഉത്തരവാദിത്വമില്ല. കാരണം ഒരു ടീം ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു ടീമിൽ ഒരു ഇൻഡിവിജ്വലിനല്ല അതിൻ്റെ ഉത്തരവാദിത്വം, ആ ടീം ലീഡർക്കാണ് ഉത്തരവാദിത്വം. അപ്പോൾ ടീം ലീഡറായിട്ട് നമുക്കിവിടെ ആദിശേഷനെ കണക്കാക്കാം. അപ്പോൾ വിശ്വസ്യ പാദ സത്സ്വത് സകല സുരരി ബുദ്ധംസന പാപഹന്ത പാപഹന്ത സർവജ്ഞ സർവസാക്ഷി. സർവജ്ഞനാണ് ഭഗവാൻ, സർവസാക്ഷിയുമാണ്, എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്നവനുമായിരിക്കുന്ന. ലോകമില്ലാതായാലും ആദിശേഷൻ ശേഷിക്കും. പ്രളയകാലത്തും ഭഗവാന്റെ മെത്തയായി ആദിശേഷൻ ശേഷിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ എല്ലാറ്റിനും സാക്ഷി, പ്രളയത്തിനും സാക്ഷി, കാലാതീതനായിരിക്കുന്നവനായിരിക്കുന്ന സർവസാക്ഷി, എല്ലാവരുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് എല്ലാം കാണുന്നവനുമാണ് സർവസാക്ഷി. അങ്ങനെയുള്ള അദ്ദേഹം ഭോഗീശ്വരൻ, അനന്തൻ എന്ന ഭോഗീശ്വരൻ സകല വിഷഭയാത് പാതു നഹ, എല്ലാ വിഷഭയങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ, നമ്മെ രക്ഷിക്കട്ടെ എന്ന് തത്വം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രധാന സ്വരൂപനാണ് ആദിശേഷ ഭഗവാൻ. പ്രധാനം, പ്രധാനം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി എന്നുള്ള തത്വം തന്നെയാണ് പ്രധാനം. എല്ലാറ്റിനെയും പ്രകർഷേണ ധരിക്കുന്നവൻ, പ്രകർഷേണ ധരിക്കുന്നത് പ്രധാനം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ ധരിച്ചിരിക്കുന്നവൻ പ്രധാനം. ആ പ്രധാനം, ആ സഞ്ചയം, ആ സഞ്ചയത്തിൽ നിന്നാണ് നമ്മൾ അല്പാൽപം എടുത്ത് സൃഷ്ടി നടത്തുന്നത്. നമ്മളെങ്ങനെയാണോ വീട്ടിൽ ധനം അതുപോലെ തന്നെ ധാന്യം ഒക്കെ സഞ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? ധനം അലമാറയിൽ, സേഫ് ലോക്കറിൽ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കും. ധാന്യങ്ങൾ പത്തായത്തിൽ സഞ്ചയിച്ച് വയ്ക്കും. വസ്ത്രങ്ങൾ വാർഡ്രോബിൽ സഞ്ചയിച്ച് വയ്ക്കും. എല്ലാം കൂടി എടുത്ത് അണിയുമോ? ഇല്ല. പത്തായത്തിലുള്ള ധാന്യം മുഴുവൻ എടുത്ത് ഒന്നിച്ച് കുത്തി തിന്നുമോ? ഇല്ല. ആ സഞ്ചയത്തെ പ്രധാനം എന്ന് പറയാം. അതിൽ നിന്ന് നമ്മൾ അപ്പപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ അഹങ്കാരം. ആവശ്യത്തിന് ഓരോരുത്തരും എടുത്തെടുത്തെടുത്ത് ഉപയോഗിക്കുന്നു. പ്രാരബ്ധം എന്നൊക്കെ പറയുന്നത് അതാണ്. ആ പ്രാരബ്ധത്തിനനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള സഞ്ചയം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ഭാവമാണ് ഈ ആദിശേഷ ഭഗവാൻ എന്ന് പറയുക. അപ്പോൾ പ്രളയകാലത്തും ആ കാരണം ഇല്ലാതാവുന്നില്ല. കാരണം ബീജാവസ്ഥയിൽ, ഇപ്പം നമ്മൾ കൃഷിയൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പാടങ്ങളൊക്കെ പ്രളയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രളയം എന്ന് പറഞ്ഞാലോ ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യാവസ്ഥ. അപ്പോഴും പക്ഷെ വിത്തില്ലാതാവുന്നുണ്ടോ? വിത്ത് എവിടെ പോകണു? വിത്തൊക്കെ പത്തായത്തിലുണ്ട്. പത്തായത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ് വിത്ത്. വിത്തില്ലാതായിട്ടില്ല. ഇനി അടുത്ത സീസൺ ആരംഭിക്കുമ്പോൾ ആ വിത്തിനെ നിങ്ങൾ പുറത്തെടുത്ത് വാരി വിതറുന്നു അല്ലേ? അപ്പോൾ പ്രളയകാലത്തും, കൃഷിയുടെ പ്രളയകാലത്തും വിത്തില്ലാതാവുന്നില്ല എന്നതുപോലെ ഈ പ്രപഞ്ച കൃഷിയുടെ പ്രളയകാലത്തും വിത്ത് രൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ആദിശേഷ ഭഗവാൻ ശേഷിക്കുന്നു. അതുകൊണ്ടാണ് മൂപ്പർക്ക് ശേഷൻ എന്ന പേര്. ശേഷതേ ഇതി ശേഷ, വൺ ഹൂ റിമെയിൻസ് ഓൾവേസ് ഈവൺ ഇൻ പ്രളയ. അതാണ് ശേഷ ശബ്ദത്തിൻ്റെ അർത്ഥം. ഹി റിമെയിൻസ് ദെയർ, ഹി റിമെയിൻസ് ഓൾവേസ് ഈവൺ ഇൻ പ്രളയ. ലോകത്തിൻ്റെ പ്രളയം സംഭവിക്കുമ്പോഴും ഈ വിത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ശേഷിക്കുന്നു. അപ്പോൾ ആ പ്രധാന സ്വരൂപനാണ് ആര്? ആദിശേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ആദിശേഷ ശ്ലോകം.
വിഷ്ണോർവിശ്വേശ്വരസ്യ പ്രവരശയനകൃത് സർവലോകൈകധർത്താ സോനന്ദഃ സർവഭൂതഃ പൃഥുവിമലയശാ സർവവേദൈശ്ച വേദ്യഃ പാദാ വിശ്വസ്യ ശശ്വത്സകലസുരരിബുദ്ധ്വംസന പാപഹന്ത സർവജ്ഞഃ സർവസാക്ഷി സകല വിഷഭയാത് പാതു ഭോഗീശ്വരോ നഃ. ആ ഭോഗീശ്വരൻ അനന്തൻ നമ്മളെ എല്ലാ വിഷഭയത്തിൽ നിന്നും നീക്കട്ടെ, അല്ലെങ്കിൽ രക്ഷിക്കട്ടെ എന്നാണ്. അടുത്ത ശ്ലോകം ലക്ഷ്മി പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ്, ലക്ഷ്മി സ്തുതിയാണ്. വാഗ്ഭൂഗൗര്യാദിഭേദൈഃ വിദുരിഹ മുനയോ യാം യദീയൈശ്ച പുംസാം കാരുണ്യാർദ്രൈകടാക്ഷൈഃ സകൃതവിപതിതൈഃ സമ്പദസ്യുഃ സമഗ്രാഹം കുന്ദേന്ദുസ്വച്ഛമന്ദസ്മിതമധുരമുഖാംബോരുഹാം സുന്ദരാംഗീം വന്ദേ വന്ദ്യാം അശേഷൈരവിമുരവിദുരോ മന്ദിരാം ഇന്ദിരാം താം. നമുക്ക് ഈ ശ്ലോകം നാളെ കാണാം. ഗംഭീര ശ്ലോകമാണ്. അത് കഴിഞ്ഞ് ഭൂമിദേവി, അത് കഴിഞ്ഞ് പാദധൂളി, അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ പാദത്തിലേക്ക് പ്രവേശനം. അപ്പം നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. എന്തായാലും എല്ലാവർക്കും ആ ഓണാശംസകൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. അതിനാണ് നമ്മൾ വാമനാവതാരം വിശദമായി കണ്ടത്. വാമനാവതാരം ഓർത്തുകൊണ്ട് ഭഗവാന്റെ വാമന ജയന്തിയാണ് ഉത്രാടം തിരുവോണം, രണ്ടിൻ്റെയും നടുവിലാണ് വാമന ജയന്തി. അഭിജിത്ത് എന്നതായിട്ടുള്ള ആ നക്ഷത്രത്തിലാണ് യഥാർത്ഥ വാമന ജയന്തി. അതുകൊണ്ടാണ് നമ്മൾ ഉത്രാടവും തിരുവോണവും ആഘോഷിക്കുന്നത്. അഭിജിത്ത് എന്നൊരു നക്ഷത്രമുണ്ട്, 28ാമത്തെ നക്ഷത്രം. നമ്മൾ 27 നക്ഷത്രങ്ങളെ എണ്ണാറുള്ളൂ, അല്ലേ? നാളെ 27 അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇങ്ങനെ നാളെ 27 നമ്മൾ പഠിച്ചതാ. 27 നാളുകൾ. വാസ്തവത്തിൽ 27 അല്ല, 28 നാളുകൾ. അതിലൊന്ന് അഭിജിത്താണ്. അത് ഉത്രാടത്തിനും തിരുവോണത്തിനും നടുവിലാണ്. പക്ഷെ ചെറിയ നക്ഷത്രമാണ്, അതുകൊണ്ട് അതിനെ ഗണിക്കാറില്ല, അവഗണിക്കപ്പെടുന്നു, കുള്ളൻ നക്ഷത്രമായതുകൊണ്ട്. നമ്മൾ ആളുകളിങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ ആളെ എണ്ണുമ്പോൾ തല കാണില്ല, ചില ആളുകളുടെ തല കാണില്ല, അപ്പോൾ എണ്ണത്തിൽ വിട്ടുപോകും, അല്ലേ? നമ്മൾ തല നോക്കി എണ്ണുകയാണ്, 10 ആളുണ്ട്, 11ാമൻ കുള്ളന, അവനെ അവഗണിക്കും. അതുപോലെ 28ാമനായിട്ട് അഭിജിത്ത് എന്നൊരു നക്ഷത്രമുണ്ട്. അത് ഉത്രാടത്തിൻ്റെ അവസാന കാലും തിരുവോണത്തിൻ്റെ ആദ്യ കാലിലും ചേർന്നിരിക്കുന്നു. ആ സമയത്താണ് ഭഗവാന്റെ അവതാരം. വാമനമൂർത്തിയായി അതിഥിയുടെ പുത്രനായി ഭഗവാൻ ജനിച്ചത് അഭിജിത്ത് നക്ഷത്രത്തിലാണ്. പക്ഷേ അഭിജിത്ത് നക്ഷത്രത്തെ നമ്മൾ അവഗണിക്കുന്നു, കണക്കാക്കുന്നില്ല. അത് ഉത്രാടത്തിലേക്കും തിരുവോണത്തിലേക്കും മെർജ് ചെയ്തിരിക്കണു എന്നർത്ഥം. അങ്ങോട്ട് കൂട്ടി ചേർത്ത് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉത്രാടത്തിലും തിരുവോണത്തിലും വ്യാപിച്ചിരിക്കുന്നു അഭിജിത്ത്. അതുകൊണ്ട് നമുക്ക് ഉത്രാടവും പ്രധാനമാണ്, തിരുവോണവും പ്രധാനം. അപ്പോൾ ഉത്രാടത്തിൽ വാമന ജയന്തിയും തിരുവോണത്തിൽ വാമന വിജയവും, എന്ന് വെച്ചാൽ ത്രിവിക്രമ വിജയവും. അതാ വാമന ഏകാദശി, ദ്വാദശിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഏകാദശിയും ദ്വാദശിയും മെർജ് ചെയ്തിരിക്കുന്ന സമയത്തിൽ ആ ഒരു സന്ധ്യാവേളയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ എന്തായാലും തിരുവോണം ത്രിവിക്രമൻ്റെ വിജയം, ബലി വിജയം, ബലിയിൽ നിന്ന് സർവസ്വവും വീണ്ടെടുക്കുന്നതും ബലിക്ക് വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ബലിയെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ദിവസം തിരുവോണം. ഭഗവാൻ ഉത്രാടത്തിൻ്റെ അവസാനമാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഉത്രാടവും തിരുവോണവും നമുക്ക് പ്രധാനം. അതുപോലെ കേരളത്തിൽ മാത്രം എന്താണ് ഈ ഓണത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ വാമനാവതാര സമയത്ത്. ആ സമയത്ത് നമുക്ക് സമയം തികഞ്ഞില്ല. അപ്പോൾ കേരളത്തിലെ നമ്മുടെ എന്താ പറയുക, രാജാക്കന്മാരൊക്കെ നല്ല വൈഷ്ണവരായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചി രാജാവ്, തിരുവിതാംകൂർ രാജാവ്, രണ്ടുപേരും വൈഷ്ണവരാണ്, വിഷ്ണു ഭക്തന്മാരാണ്.
കൊച്ചി രാജാവിൻ്റെ കുലദേവതയാണ് പൂർണ്ണത്രയീശൻ. അതുപോലെ തന്നെ മറ്റേ തൃക്കാക്കര വാമനമൂർത്തിയും. തൃക്കാക്കര കൊച്ചി രാജ്യത്ത് പെടുന്നതാണ്. അപ്പോൾ തൃക്കാക്കര വാമനമൂർത്തിയും പൂർണ്ണത്രയീശനും രണ്ടും കൊച്ചി രാജാക്കന്മാരുടെ പരദേവതകളെ ഭാവത്തിലാണ്. വിഷ്ണു ഭക്തന്മാരായിരുന്നു അവർ. അതുപോലെ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുലദേവത. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഓണത്തിന് കൂടുതൽ പ്രാധാന്യം. അവർ ആ ഭഗവാന്റെ ജന്മദിനം, വാമന അവതാരം കൊച്ചി രാജ്യത്ത് പ്രത്യേകമായിട്ട് അത്തം മുതൽക്ക് ആചരിച്ചു തുടങ്ങി. അതാണ് അത്തച്ചമയം. ആ അത്തച്ചമയത്തോടനുബന്ധിച്ച് വിശാല ഹൃദയന്മാരായിട്ടുള്ള ഈ രാജാക്കന്മാർ എല്ലാ പ്രജകളെയും ഈ ഭഗവാന്റെ ജയന്തി ആഘോഷിക്കുവാനായിക്കൊണ്ട് പ്രേരിപ്പിച്ചു. സർവരെയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അത്രയും നല്ലവരായിരുന്നു അവർ രാജാക്കന്മാർ. കൊച്ചി രാജാക്കന്മാരൊക്കെ വളരെ സാത്വികന്മാരായിരുന്നു, പാവങ്ങളായിരുന്നു, നമ്മളെക്കാൾ പാവങ്ങളായിരുന്നു. അവരുടെയൊക്കെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ അറിവുള്ള വിദ്വാൻമാരായിരുന്നു, മഹാപണ്ഡിതന്മാരായിരുന്നു അവരൊക്കെ. ഇന്നുള്ള തലമുറയിൽ ധൂർത്തന്മാരും എന്താ പറയുക, അറിവില്ലാത്ത മൂഢന്മാരും ഒക്കെ ധാരാളം ഉണ്ടാവും, ശാപ്പാട്ട് രാമന്മാരും ഒക്കെ ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ പഴയ ആൾക്കാരെ കണക്കാക്കരുത്. പഴയ കൊച്ചി രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ല പണ്ഡിതന്മാർ. കൊച്ചിയിലെ പോലെ ഒരു സംസ്കൃത കോളേജും സംസ്കൃത വിദ്യാലയവും അതുപോലെ തന്നെ സംഗീത വിദ്യാലയവും, നമ്മുടെ യേശുദാസ് അടക്കം പഠിച്ചു വളർന്നത് കൊച്ചിയിലാണ്. അതുപോലെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തുറ, അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. നമുക്ക് ലോകത്തെവിടെയും കിട്ടാത്ത സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ അവിടെ കിട്ടും. ലോകത്തെവിടെയും കിട്ടാത്ത വ്യാഖ്യാനങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ കിട്ടും. അവിടുത്തെ സംസ്കൃത ലൈബ്രറിയിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. പക്ഷെ പൊടി കൊണ്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല അവിടെയൊന്നും. കാരണം ഇപ്പോൾ ആരും കയറാറില്ല. ഇപ്പോഴുള്ള തലമുറകൾക്കൊന്നും അതൊന്നും വേണ്ട. അതുപോലെയുള്ള ഗ്രന്ഥ സമുച്ചയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ല രാജാക്കന്മാരാണ് കൊച്ചി രാജാക്കന്മാർ. അവർ എന്താ പറയുക, ഭഗവാന് വൃശ്ചികോത്സവത്തിന് ആനപ്പട്ടം സ്വർണം കൊണ്ട് 15 ആനകൾ നിരന്നു നിന്ന് 15 ആനകൾക്കും സ്വർണ്ണപ്പട്ടം അലങ്കരിച്ചു കൊണ്ടുള്ള എഴുന്നള്ളത്താണ് ഉണ്ടായിരുന്നത്. ആ 15 ആനകളിലെ ആ ആനപ്പട്ടങ്ങൾ 14 എണ്ണവും ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? റെയിൽവേ കൊണ്ടുവരാനായിട്ട് കൊച്ചിയിലേക്ക്. ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചെലവിലേക്കായിക്കൊണ്ട് 14 സ്വർണ്ണ ആനപ്പട്ടങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച്, ഒരു ആനപ്പട്ടം ഒന്ന് മാത്രം മതി, ഭഗവാൻ എഴുന്നള്ളിക്കുന്ന പ്രധാന ആനയ്ക്ക് മാത്രം സ്വർണ്ണ നെറ്റിപ്പട്ടം മതി, ബാക്കിയൊക്കെ ഞങ്ങൾ കൃത്രിമം ഉണ്ടാക്കിക്കൊള്ളാം. 14 ആനപ്പട്ടവും റെയിൽവേക്ക് വേണ്ടി സമർപ്പിച്ച രാജാക്കന്മാരാണ്. ഇപ്പോഴും പണ്ഡിതന്മാരുണ്ട്, അടച്ചു പറയല്ല നമ്മൾ, എങ്കിലും അടച്ചു പറയുന്നില്ല. നമ്മൾ ഒരു സമൂഹത്തെ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് പറയാൻ പാടില്ല. ഒരിക്കലും ഒരു എന്താ പറയുക, 1-2 ആളുകളുടെ തെറ്റിനോ കുറവിനോ നമ്മൾ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഒരിക്കലും പറയുന്നത് ശോഭനമല്ല. അതറിയാം. അത് ഏത് സമൂഹത്തിലും നല്ലവരും ഉണ്ടാവും, മോശക്കാരും ഉണ്ടാവും. പറഞ്ഞു വരുന്നത്, ഇന്നത്തെ തലമുറയ്ക്ക് ആ പഴയ ശ്രദ്ധയൊന്നുമില്ല, പഴയ പാണ്ഡിത്യമൊന്നുമില്ല, സംസ്കൃത വിദ്യാഭ്യാസത്തിലൊന്നും വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. കഥകളി പോലെയുള്ളതായിട്ടുള്ള കലകളെയൊക്കെ ഏറ്റവും അധികം പോഷിപ്പിച്ചത് കൊച്ചി രാജാക്കന്മാരാണ്. അവിടെ എപ്പോഴും മാസം തോറും തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴും കഥകളി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഥകളി ആചാര്യന്മാരൊക്കെ വളർന്നു വന്നിട്ടുള്ളത് അവിടുന്നാണ്. പട്ടും വളകളും സ്വീകരിച്ചുകൊണ്ട് അവർ ബഹുമാനിതരായത് അവിടുന്നാണ്. അനേക കവികളെ, സാഹിത്യകാരന്മാരെ പോഷിപ്പിച്ച സംസ്കാരമാണ് കൊച്ചി രാജ്യത്തെ സംസ്കാരം. അപ്പം അങ്ങനെയുള്ള ആ കൊച്ചി രാജാക്കന്മാർ നല്ല വിഷ്ണു ഭക്തന്മാരായിരുന്നു. അവരാണ് ഈ തൃക്കാക്കരയിൽ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലേക്കുള്ളതായിട്ടുള്ള പൂർണ്ണത്രയീശൻ്റെ സവിധത്തിലേക്കുള്ളതായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചത്. എല്ലാ പ്രജകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രജകളെയും രാജാവ് എഴുന്നള്ളി കാണുന്നതായിട്ട് സന്ദർഭം കൂടിയായിരുന്നു അത്. അങ്ങനെ ആ എന്താ പറയുക, സാർവലൗകികമായി എല്ലാവരെ കൊണ്ടും ഓണം ആഘോഷിപ്പിക്കാൻ പ്രേരിപ്പിച്ച, ഓണത്തിന് പ്രത്യേകമായി ചന്തയൊക്കെ അവിടെ നടത്തുന്ന, തൃപ്പൂണിത്തുറയിൽ ഓണ സമയത്ത് ചന്തയിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. നാട്ടിൻപുറത്തുണ്ടാകുന്ന എല്ലാ ദ്രവ്യങ്ങളും അവിടെ കിട്ടും. ചെറിയ ചെറിയ ആശാരിമാരുടെ സാധനങ്ങൾ, കൊല്ലന്മാരുടെ സാധനങ്ങൾ, കൊശവന്മാരുടെ ചട്ടികൾ, ഇങ്ങനെ എന്തൊക്കെ ചെറിയ ചെറിയ
എന്താ പറയുക, കോട്ടേജ് ഇൻഡസ്ട്രികളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ, അവരുടെ പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്യാനും അതൊക്കെ വിതരണം ചെയ്യാനും അതൊക്കെ വിൽക്കാനുമുള്ളതായിട്ടുള്ള സന്ദർഭം കൂടിയായിട്ട് ഓണക്കാലത്ത് ഈ അത്തച്ചമയ ചന്തകൾ സംഘടിപ്പിക്കുമായിരുന്നു രാജാക്കന്മാർ. അപ്പോൾ അന്നത്തെ ഒരു എക്സിബിഷനുകളായിരുന്നു ഇതെല്ലാം. എല്ലാവർക്കും അവരവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കാൻ, നല്ല വില കിട്ടാൻ, അംഗീകാരം കിട്ടാൻ ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ അവരുടെ നല്ല സാധനങ്ങളൊക്കെ രാജാക്കന്മാർ വാങ്ങിച്ച് അവർക്ക് നല്ല സമ്മാനങ്ങൾ അങ്ങോട്ട് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും കുലത്തൊഴിലുകളെ പ്രോത്സാഹിപ്പിച്ച് ഇൻഡസ്ട്രിയെ നിലനിർത്തി, കൃഷിയെ നിലനിർത്തി, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ഭരണകാലമായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ കാലം. അവരുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടാണ് ഈ ഓണത്തിന് ഇത്രയും പ്രശസ്തി വന്നു ചേർന്നത്. ആ തൃക്കാക്കരയപ്പനാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഗൃഹത്തിൽ മാതേരായിട്ട് വെക്കുന്നത്. മാതേര് വെക്കുക എന്നാണ് പറയുക, മാവേലി വെക്കുക എന്നല്ല. മാവേലിയെ അല്ല നമ്മൾ വെക്കുന്നത്, മാതേരാണ് വെക്കുന്നത്. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നത് മാതേര് വെക്കുക എന്നായിരുന്നു. ഇപ്പോൾ പറഞ്ഞ് മാവേലി വെക്കുക എന്നാക്കി മാറ്റി. മാതേരെന്നാൽ മാതേവരാണ്, മഹാദേവനാണ്. മഹാദേവൻ എന്നാൽ തൃക്കാക്കരയപ്പനാണ്. തൃക്കാക്കരയപ്പോ ഹരഹര എന്ന് പറഞ്ഞ് തൃക്കാക്കരയപ്പനാണ് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയാണ്. ആ വാമനമൂർത്തിയെ സങ്കല്പിച്ചിട്ടാണ് ആദ്യത്തെ ദിവസം വെക്കുക. രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി വലുതാക്കി വെക്കുന്നത് തിരുവോണ ദിവസം വലിയ മാതേര് വെക്കും. അത് ത്രിവിക്രമനെ സങ്കല്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യ ദിവസം ചെറുത് വയ്ക്കുന്നത് വാമനനെ സങ്കല്പിച്ചും, തിരുവോണ ദിവസം വലുത് വയ്ക്കുന്നത് മാതേവരെ അഥവാ ത്രിവിക്രമനെ, ലോകം മുഴുവൻ വ്യാപിച്ച വിശ്വരൂപിയായ ത്രിവിക്രമനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം വലിയ മാതേര് വയ്ക്കുന്നത്. അങ്ങനെയുണ്ട് ദിവസങ്ങൾ തോറും. ഇപ്പം അത്തം തൊട്ട് മാതേര് വയ്ക്കുന്ന ചില സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. പൂക്കളത്തിന് പകരം അത്തം തൊട്ട് മാതേര്, അത് എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള, പ്രൗഢി കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഒക്കെ ശോഷിച്ചു പോയതാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ 4 അച്ച് വെല്ലം പോലെയുള്ളതായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. വാസ്തവത്തിൽ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം മാതേര് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. നല്ലോണം കളിമണ്ണ് കുഴച്ച് അതിനെ ഉരുട്ടി പെരട്ടി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലോണം കുഴച്ച് ഞാൻ തന്നെ ഉണ്ടാക്കണം എൻ്റെ വീട്ടിൽ, അപ്പോഴേ നന്നാവുള്ളൂ എന്ന് മുത്തശ്ശി പറയും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ബാല്യത്തിൽ മുഴുവൻ മാതേര് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഉത്രാടത്തിന് ചെറുതും തിരുവോണത്തിന് വലുതും പ്രതിഷ്ഠിക്കുക എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ്? ഉത്രാടത്തിന് വാമനമൂർത്തി, തിരുവോണത്തിന് ത്രിവിക്രമമൂർത്തി ലോകം മുഴുവൻ വ്യാപിച്ച ആ മഹാനായ മാദേവൻ. അപ്പോൾ മാദേവനാണ് സങ്കല്പം, മാദേവരാണ്, മഹാദേവരാണ്. അല്ലാതെ മാവേലിയുമായിട്ടൊരു ബന്ധവുമില്ല. മാവേലിയെ ബന്ധിയുണ്ട്, മാവേലിയെ ബഹുമാനിക്കും. ചില മാതേരി വയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മാദേവരുടെ മുമ്പിൽ ചെറിയൊരു ഇത് വയ്ക്കും, കിരീടമൊക്കെ വെച്ചിട്ട് അതിനെ ആരാണെന്ന സങ്കല്പം മഹാബലിയായിട്ട്, ഭഗവാന്റെ മുമ്പിൽ വണങ്ങിയിരിക്കുന്ന മഹാബലിയായിട്ട് സങ്കല്പിച്ചും വയ്ക്കും. അതിന് ദോഷമൊന്നുമില്ല. മഹാബലി നല്ല ഉത്തമ ഭക്തനാണ്. പക്ഷേ മഹാബലിയെ കൊണ്ടാടാനല്ല ഓണം, വാമനമൂർത്തിയെയും ത്രിവിക്രമമൂർത്തിയെയും കൊണ്ടാടാനാണ് ഓണം. അത് മറന്ന് എന്ന് മാവേലിയെ കൊണ്ടാടാൻ തുടങ്ങിയോ അന്ന് കേരളത്തിൽ കള്ള് കച്ചവടം പൊടിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഓണക്കാലത്ത് ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത് കള്ളാണ്, കോടിക്കണക്കിന് രൂപയുടെ കള്ള്. അതിന് കാരണം അസുര രാജാവായിട്ടുള്ള മാവേലിയെ കൊണ്ടാടാൻ തുടങ്ങിയതാണ്. ആസുരികത അവിടെ വളർന്നു വരികയാണ്. മനുഷ്യരൊക്കെ അസുരന്മാരെ പോലെ ആയി മാറുന്നത് ഈ മാവേലിയെ കൊണ്ടാടിയിട്ടാണ്. മനസ്സിലാക്കുക. അസുര രാജാവിനെ കൊണ്ടാടാനുള്ളതല്ല ഓണം, ഈശ്വരനെ കൊണ്ടാടാനുള്ളതാണ് ഓണം. ഈശ്വര ജയന്തി, ഈശ്വര വിജയം, ത്രിവിക്രമ വിജയം, വാമന ജയന്തി, ഇത് രണ്ടുമാണ് ഉത്രാടം, തിരുവോണം. ഇത് നമ്മൾ അടിച്ച് ഉറപ്പിക്കണം. ഇനി നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ ഈ സംസ്കാരമാണ് പകർന്നു കൊടുക്കേണ്ടത്. മാവേലി നാടുവാണീടും കാലം എന്നുള്ള പാട്ട് നമ്മൾ ഉപേക്ഷിക്കണം. ആ പാട്ട് ഉപേക്ഷിച്ചാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. കുട്ടികളിപ്പോൾ പാടി പഠിക്കുന്നുണ്ട്, ശരി തന്നെ. നമ്മൾ കുട്ടികളുടെ പാട്ടിനെ നിരാശപ്പെടുത്തുകയല്ല. ഈ പാട്ട് അപകടമാണ്. ഈ പാട്ടുണ്ടാക്കിയ ആൾ ആണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചൊക്കെ
ഈ മാവേലി നാടു വാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള പാട്ട് വേണ്ട നമുക്ക്. അത് കേരളീയതയുടെ ഒരു പാട്ടാക്കി മാറ്റി. വാസ്തവത്തിൽ കേരളം മാവേലി നാട് ഭരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഥയിൽ കേട്ടുവോ കേരളം ഭരിച്ചു എന്ന്? അങ്ങനെ മാവേലി കേരളം ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് മാവേലി പാട്ടിനെ നമ്മൾ ഉപേക്ഷിക്കണം. ആ മാവേലി പാട്ടിൻ്റെ മുഴുവൻ വരികളും പുറത്ത് പ്രദർശിപ്പിക്കാറില്ല ആരും. ഒരുപാട് വരികളുണ്ട് അതിൽ. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള വരികളെ മാത്രമാണിത് പഠിപ്പിച്ചത്. അതിൻ്റെ മുഴുവൻ വരികളും വായിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണ വിദ്വേഷത്തിൻ്റെ പാട്ടുകളാണ്. അന്ന് കാലത്ത് ബ്രാഹ്മണരുടെ ചില കൊള്ളരുതായ്മകൾ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. ആ കൊള്ളരുതായ്മകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഭഗവാൻ വിഷ്ണു വാമനമൂർത്തിയായി ബ്രാഹ്മണ വേഷത്തിൽ വന്നപ്പോൾ ആ ഭഗവാനെ അടക്കം പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ടുള്ളതായിട്ടൊരു പാട്ടായിരുന്നു അത്. ആ മുഴുവൻ വരികളും അത് നിങ്ങൾ വായിച്ചു നോക്കണം. അത് വാട്സപ്പിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അത് എഴുതിയ ആള് സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, പക്ഷേ ഒരു വല്ലാത്തൊരു ബ്രാഹ്മണ വിദ്വേഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ സാഹചര്യം അദ്ദേഹത്തെ അങ്ങനെ ആക്കി മാറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ആ സാഹചര്യം, അന്നത്തെ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ കൊള്ളരുതായ്മകൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ബ്രാഹ്മണ മേധാവിത്വം, അവരുടെ ബൂർഷ്വായിസം, അവരുടെ ഗുണ്ടായിസം, അവരുടെ കാര്യസ്ഥന്മാരെ കൊണ്ട് പലരെയും അടിച്ചൊതുക്കിയത്, അങ്ങനെയുള്ള പല സംഭവങ്ങളും, ഒറ്റപ്പെട്ട സംഭവങ്ങളിലും നല്ലവരായിട്ടുള്ള ബ്രാഹ്മണർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷവും നല്ലവരായിരുന്നു. ഏതാനും കുറച്ചു പേരുടെ കൊള്ളരുതായ്മകളെ കൊണ്ട് ആ ബ്രാഹ്മണ സമൂഹത്തിന് മൊത്തം ചീത്തപ്പേരുണ്ടായി. അങ്ങനെ ആ കൊള്ളരുതായ്മകളെ വെറുത്ത സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ് ഈ മാവേലി നാട് പാട്ട്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, മനസ്സിലാക്കുക. സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സമകാലീനനായിരുന്ന സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞത്, അയ്യപ്പന് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈശ്വര വിശ്വാസമില്ലായ്മ. അതും കൂടി ഉണ്ടെങ്കിൽ കേമായേനേന്ന്, അതും കൂടി ഉണ്ടായെങ്കിൽ നന്നായേനേന്ന് സഹോദരൻ അയ്യപ്പനോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നാരായണ ഗുരുദേവൻ. അപ്പോൾ അയ്യപ്പൻ്റെ നന്മകളെയൊക്കെ നമുക്ക് സ്വീകരിക്കാം. അയ്യപ്പൻ്റെ ഏതെങ്കിലും പ്രവൃത്തി ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആ കാലത്തേക്ക് വിടുക. അത് ആ കാലത്തിൻ്റെ ആവശ്യകതയായിരുന്നു എന്ന് വിടുക. അത് എല്ലാ കാലത്തിലേക്കും നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പരിമിതമായ ദൃഷ്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് അന്ന് തോന്നിയ കാര്യങ്ങളാണ്. അത് അന്നത്തേക്ക് ശരിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ മാർക്സിസം എന്നുള്ളത് ഒരു കാലത്തിൻ്റെ ആവശ്യകതയായിരുന്നു. പക്ഷേ പിന്നീട് അത് അധപ്പതിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത് കറിവേപ്പില പോലെ കേരളത്തിൽ നിന്ന് വലിച്ചെറിയാൻ തയ്യാറായിരിക്കുന്ന ആളുകൾ. ഒരാവശ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അവർ. നല്ല നേതാക്കന്മാർ, ആത്മാർത്ഥതയുള്ള സത്യസന്ധരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു മാർക്സിസത്തിൽ. നമ്മൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ, ത്യാഗികളായിട്ടുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ മാർക്സിസം ആർക്കെങ്കിലും സ്വീകാര്യമാണോ? ആർക്കെങ്കിലും സ്വീകാര്യമാണോ? അതുപോലെ അന്നത്തെ സഹോദരൻ അയ്യപ്പൻ ചെയ്ത പ്രവൃത്തി അന്ന് അത് പ്രസക്തമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിരുന്നു. പക്ഷേ ഇന്നേക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കാം, പക്ഷെ അവരുടെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ അംഗീകരിക്കണം എന്നില്ല. എല്ലാ പ്രവൃത്തികളും അംഗീകരിക്കാൻ യോഗ്യമല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഉപേക്ഷിക്കാം. അതുകൊണ്ട് മാവേലി നാട് വാണിയിടും കാലം എന്നുള്ള പാട്ടുകൾ നമ്മൾ ഓണക്കാലത്ത് വീട്ടിൽ വേണ്ടേ വേണ്ട. വേറെ നമുക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടാവും പലതും, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കി പാടാം. ശ്രീകൃഷ്ണൻ്റെ പാട്ടുകൾ പാടാം. അപ്പോൾ മാതേവരെ എഴുന്നള്ളിക്കലാണ്, തൃക്കാക്കരയപ്പനെ കുടിയിരുത്തുന്നതാണ് ഓണം. അത് ഉറപ്പിക്കുക. മഹാബലി വന്നോട്ടെ പൊയ്ക്കോട്ടെ. മഹാബലി ഇങ്ങനെ വികൃത രൂപവുമല്ല, ഒരു കോമാളിയല്ല മഹാബലി. മഹാത്മാവ് തന്നെയാണ് അദ്ദേഹം. ഇന്നത്തെ ആളുകൾ വേഷം കെട്ടുന്ന ഒരു കൊടവയറിനും കൊടയും പിടിച്ച് വരുന്ന ഒരു മാവേലി. ഈ കൊട വാമനൻ്റെ കൊടയാണ് വാസ്തവത്തിൽ.
വാമനനാണ് കൊടയുമായിട്ട് മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് ചെന്നത്. ആ കൊടയെ എടുത്തു, വേഷം മാവേലിയുടേതാക്കി, അത് ഒരു കൊടവയറനാക്കി മാറ്റി. മഹാബലി നല്ല കോമളനായിട്ടുള്ള നല്ല സുന്ദരനായിട്ടുള്ളൊരു ചക്രവർത്തിയായിരുന്നു. ആ സുന്ദരനെ ഇത്രയും വികലമാക്കി ചിത്രീകരിച്ചു. ആ വാമനന്റെ കൊടയാണ് ഇന്നും മാവേലിയുടെ കൊടയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ കൊട ചാർത്തി കൊടുക്കുന്നത്, നമ്മൾ മാതേരി വയ്ക്കുമ്പോൾ കൊട ചാർത്തി കൊടുക്കുന്നത് വാമനമൂർത്തിയെ സങ്കല്പിച്ചിട്ടാണ്. വാമനമൂർത്തിക്ക് കൊട വേണം. അദ്ദേഹം കൊടയുമായിട്ടാണ് വന്നത്. ആ യജ്ഞശാലയിലേക്ക് നടന്നു വന്നത് ഓലക്കൊടയുമായിട്ടാണ്. ആ ഓലക്കൊട വാമനൻ്റേതാണ്. ഓലക്കൊട നീ എവിടെ കണ്ടാലും വാമനനെ ഓർക്കുക. ഓലക്കട വാമനന്റെ പ്രതീകമാകട്ടെ, മഹാബലിയുടെ പ്രതീകമല്ല. മഹാബലിയെ നമുക്ക് ബഹുമാനിക്കാം. പാവം സുതലത്തിൽ കാത്തിരിപ്പുണ്ട്. അടുത്ത ഇന്ദ്രനാണ്, നമുക്ക് ആവശ്യം വരും. ഇന്ദ്രനാകുമ്പോൾ ചില റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് നമുക്ക് പോണ്ടി വരും. അദ്ദേഹത്തിൻ്റെ എല്ലാ മഹത്വത്തെയും നമുക്ക് അംഗീകരിക്കാം. അദ്ദേഹത്തെ നിന്ദിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ശാസ്ത്രം ശാസ്ത്രമാണ്. ഓണാഘോഷം ശാസ്ത്രീയമായിരിക്കണം. ഓണാഘോഷത്തെ നമ്മൾ മാവേലിയുടെ വരവായിട്ടല്ല ആചരിക്കേണ്ടത്, വാമനമൂർത്തിയുടെ വിജയമായിട്ടാണ് ആഘോഷിക്കേണ്ടത്. അതിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ ഈ വിതരണങ്ങളെല്ലാം, നമ്മൾ പങ്കുവെക്കുന്നതെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഓണം. തേന തെക്തേന ഭുഞ്ചീതാഹ മാ കൃത കസ്യ സിദ്ധനം. ത്യാഗബുദ്ധിയോടുകൂടി ജീവിക്കൂ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കൂ എന്ന ആ വേദമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഓണാഘോഷം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ പങ്കിടാൻ നമ്മൾ പഠിക്കുന്നതാണ് ഓണാഘോഷം. ഈശാവാസ്യം ഇതം സർവം എന്ന ദർശനം ഉറപ്പിക്കുന്നതാണ് ഓണാഘോഷം. പിന്നെ ഓണാഘോഷക്കാലത്ത് കേരളത്തിലെ കൃഷി വിളവെടുക്കുന്ന കാലവുമായതുകൊണ്ട് അതിനോടും ബന്ധപ്പെടുത്തി കൃഷി ഉത്സവമാണ് എന്ന് കൊണ്ടാടാൻ തുടങ്ങി. കൃഷി ഉത്സവത്തിന് മാതേരി വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൃഷി ഉത്സവത്തിൻ്റെതാണ് പുത്തരി. നമ്മൾ പുത്തരി കഴിക്കുന്നത്, നിറയും പുത്തരിയും കഴിക്കുന്നത് കൃഷിയുടെ ഉത്സവമാണ്. ഐശ്വര്യത്തിൻ്റെ വരവേൽപ്പാണ് നിറയും പുത്തരിയും. അത് മാതേരുമായിട്ട് ബന്ധമില്ല. ഓണാഘോഷം വാമന ജയന്തിയാണ്, ത്രിവിക്രമ വിജയമാണ്. പുത്തരിയും നിറയും അത് കൃഷിയുടെ ഉത്സവമാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കമ്പൈൻ ചെയ്തു. നല്ല നാളായതുകൊണ്ട് ഈ ഉത്രാട ദിവസം നാളെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പുത്തരിയാണ്. ആ വർഷം ഉണ്ടാക്കുന്ന ആദ്യത്തെ ധാന്യം കൊണ്ട് പായസം വെച്ച് ഭഗവാന് നിവേദിച്ച് അത് നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. പുതിയ നെല്ലുകൊണ്ട്, പുതിയ അരി കൊണ്ടുള്ള പൂജയാണ് പുത്തരി പൂജ. പുത്തരി, പുതിയ അരി, ഫ്രഷായിട്ട്. ചിലപ്പോൾ നല്ലോണം അരി മൂത്തിട്ട് പോലും ഉണ്ടാവില്ല, എങ്കിലും ആ കതിര് കൊണ്ടുവന്ന് അതിൽ നിന്ന് തൊലിച്ച് അരിയെടുത്ത്, നെല്ല് കുത്താനൊന്നും മില്ലിലൊന്നും കൊണ്ടുപോകാറായിട്ടില്ല. നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ. കതിര് കൊണ്ടുവന്ന് അതിലെ നെല്ലിനെ തൊലിച്ച് ഉള്ള അരിയെ എടുത്ത് പായസം വയ്ക്കും. അതാണ് പുത്തരി. അത് കൃഷിയുടെ ഉത്സവമാണ്. കതിരെല്ലാം വീട്ടിൽ കെട്ടിത്തൂക്കുന്നത് ആ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ്. നിറയോ നിറ, പൊലിയോ പൊലി, ഇല്ലം നിറ, വല്ലം നിറ, വല്ലോട്ടി നിറ, പത്തായം നിറ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യത്തെ വരവേൽക്കുകയാണ് നമ്മൾ. ആ കതിരുകളൊക്കെ ഓരോ വാതിലുകളിലും ചാണകം പതിച്ച് കതിര് കെട്ടിത്തൂക്കുന്നത് മഹാലക്ഷ്മി വരാൻ വേണ്ടിയിട്ടാണ്. ചാണകത്തിൽ മഹാലക്ഷ്മിയുണ്ട്. കോലമണിയുന്നു, നമ്മൾ കയ്യിൽ മാവ് മുക്കി ഓരോ വാതിലുകളിലും പതിക്കുന്നു. ഒക്കെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അത് കൃഷി ഉത്സവം. ഓണം വാമന ജയന്തി. കതിരും മറ്റേ നിറയും പുത്തരിയും കൃഷി ഉത്സവം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കൊണ്ടാടുന്നു, ആഘോഷമാക്കുന്നു. കർക്കിടകത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞ് ചിങ്ങത്തിൻ്റെ ഉത്സാഹത്തിലേക്ക് നമ്മൾ തിമർക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അതാണ് ഓണം ഇത്രയും വിപുലമായത്. കേരളത്തിൽ ഓണം വിപുലമാവാൻ കാരണം നമ്മുടെ രാജാക്കന്മാർ തന്നെയാണ്. നമ്മുടെ പൂർവികരായ രാജാക്കന്മാരുടെ ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ഈ തൃക്കാക്കരയപ്പൻ്റെ ആഘോഷം എല്ലായിടത്തും എല്ലാ വീടുകളിലും എത്തിയത്, ഗംഭീരമാക്കിയത്. ആ ഓണസങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട്
നമ്മൾ ഭഗവാന്റെ പൂജ ചെയ്തുകൊണ്ട്, ഭഗവാനെ സ്വാഗതം ചെയ്തുകൊണ്ട്, മാവേലി കൂടെ വന്നോട്ടെ, കുഴപ്പമില്ല, മാവേലിയെ സ്മരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാവേലിക്കല്ല പ്രയോറിറ്റി, മാവേലിയല്ല VVIP ഭഗവാൻ ഉറപ്പിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. സമയം അതിക്രമിച്ചു. എനിക്ക് ഒരുപാട് പണിയുണ്ട്, നിങ്ങളെക്കാൾ പണിയുണ്ട് എനിക്ക്. കാരണം ഇന്ന് വലിയ ഓണക്കിറ്റ് വിതരണം ഇവിടെ ആശ്രമത്തിൽ വെച്ച് നടക്കുന്നത് ഇന്നാണ്. 10 മണിക്ക് എല്ലാവരും വന്നു തുടങ്ങും. അപ്പോഴേക്കും എല്ലാം ഒരുക്കി വെക്കേണ്ടതുണ്ട്, തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. നിരനിരയായിട്ട് അതെല്ലാം ഒരുങ്ങാൻ പോവാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അതിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ഈശ്വര അനുഗ്രഹത്തിൻ്റെ, പങ്കിടലിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു ഓണം ആശംസിക്കുന്നു. നമ്മുടെ വരും തലമുറകൾക്കൊക്കെ ഈ ഓണ സംസ്കാരം ഉൾക്കൊള്ളാനാവട്ടെ. നമ്മുടെ പഴയ ഓണങ്ങൾ തിരിച്ചു വരട്ടെ. ഈ പ്രാകൃതന്മാരായിട്ടുള്ള അസുരന്മാരുടെ ഓണത്തെ നമുക്ക് തള്ളിക്കളയാം. ഈ അസുര ഓണം, മദ്യവിൽപ്പനയുടെ ഓണം, ലോട്ടറി വിൽപ്പനയുടെ ഓണം, അത് നമുക്ക് തള്ളിക്കളയാം. മദ്യവും ലോട്ടറിയും ഇതുകൊണ്ട് മാത്രമേ കേരള സർക്കാരിലേക്ക്, ഖജനാവിലേക്ക് വരുമാനമുള്ളൂ. അത് കിട്ടിയാലേ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മന്ത്രിമാർക്ക് ഞണ്ണാൻ പറ്റുള്ളൂ. മന്ത്രിമാരുടെ ദൂർത്തിനൊക്കെ കാശ് വേണമെങ്കിൽ ഈ കള്ള് വിൽക്കണം. ഈ കള്ള് വിറ്റ് ജനങ്ങളെ പറ്റിക്കണം. ഈ കള്ള് കുടിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. ഈ ലോട്ടറി വാങ്ങിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. മനസ്സിലാക്കുക. ഈ ഹിന്ദുക്കളിലെ പാവങ്ങൾ വീണ്ടും വീണ്ടും പാവങ്ങളായിക്കൊണ്ടിരിക്കുന്നത് ഈ മദ്യവും ലോട്ടറിയും മാത്രം കൊണ്ടാണ്. ഇത് രണ്ടും കേരളത്തിൽ നിന്ന് പോയാലേ ഈ കേരളത്തിലെ പാവപ്പെട്ടവർ, നിത്യം തൊഴിലെടുത്ത് ജീവിക്കുന്നവർ രക്ഷപ്പെടുകയുള്ളൂ. അവർ രക്ഷപ്പെടരുത് എന്ന് കരുതുന്ന ഭരണാധികാരികളാണ് ഇപ്പോൾ ഉള്ളത്. അവരെ എന്നും ദരിദ്രരായി വെച്ചാൽ മാത്രമേ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെന്നും ദരിദ്രരായിരിക്കണം, ഇവരെന്നും കള്ളു കുടിക്കണം, എന്നും ലോട്ടറി വാങ്ങി പ്രത്യാശയോടുകൂടി ഇരിക്കുന്നവരാവണം. ഈ കേരളത്തിൽ നിന്ന് എന്ന് ലോട്ടറിയും മദ്യവും പോകുന്നുവോ അന്നേ കേരളത്തിലെ പാവങ്ങൾ രക്ഷപ്പെടുള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പാവങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. നമ്മുടെ അടുത്ത് നമ്മളെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോടെങ്കിലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മദ്യവും ലോട്ടറിയും കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നത്, ആസുരികത വളർത്തിയിരിക്കുന്നത്, ഇത് ഏറ്റവും ഒരു ഭരണാധികാരികൾ ചെയ്യാൻ പാടില്ലാത്ത അധർമ്മ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ചൂതുകളിക്കാൻ പ്രേരിപ്പിക്കുക. ചൂതുകളിയാണ് ലോട്ടറി. മദ്യപാനത്തിന് പ്രേരിപ്പിക്കുക. ഇത് രണ്ടും ഒഴിവായാലേ ഈ കേരളം സമൃദ്ധമാവുള്ളൂ. വെറുതെ മാവേലി പാട്ട് പാടിയതുകൊണ്ടൊന്നും കേരളം നന്നാവാൻ പോണില്ല. ആ മാവേലി നാട്ടിലെ സങ്കല്പം ഇവിടെ നടക്കണമെങ്കിൽ ഇവിടുന്ന് മദ്യവും ലോട്ടറിയും ഒഴിവാക്കണം. അതിന് ധൈര്യമുണ്ടോ ഇവറ്റകൾക്ക്? എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കേരളത്തിൽ ചെയ്തിട്ട് കേരളത്തിൽ ഇൻഡസ്ട്രികളെയും കൃഷിയെയും പോഷിപ്പിച്ച് ഇവിടെ വരുമാനമുണ്ടാക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്? ഈ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും പറഞ്ഞ് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് തൊഴിലാളികളോട് യഥാർത്ഥ സ്നേഹമുണ്ടോ? ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിക്കുക. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ചിന്തിക്കുക, ബുദ്ധിയുള്ളവരായിരിക്കുക, മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ഇപ്പോൾ തൽക്കാലം വിരമിക്കുന്നു. നാളെ രാവിലെ വീണ്ടും കാണാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.